വെൽക്കം ടു ആഷൻ ലിറ്ററേച്ചർ. 8ാം ക്ലാസ്സിൻ്റെ യൂണിറ്റ് 2 അവസാനത്തെ ചാപ്റ്റർ ദ ഡേ മൈ വേൾഡ് ചേഞ്ച്ഡ് ബൈ മലാല യൂസഫ്സായി. അതിലെ ഓരോ വാക്കുകളും എടുത്ത് നമ്മൾ കംപ്ലീറ്റ് ആയി എക്സ്പ്ലെയിൻ ചെയ്തതാണ് മലയാളത്തിൽ. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സും കംപ്ലീറ്റ് ചെയ്തു. ഇനി ബാക്കിയുള്ളത് അതിൻ്റെ ആക്ടിവിറ്റീസ് ആണ്. അപ്പോൾ ഈ ഒറ്റ വീഡിയോയിൽ ഈ ചാപ്റ്ററിലെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ ആദ്യത്തെ ആക്ടിവിറ്റിയിലേക്ക് പോകാം. ലെറ്റ്സ് എക്സ്പ്ലോർ ആക്ടിവിറ്റി 1. റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. നമുക്കിവിടെ ഒരു ന്യൂസിൻ്റെ ഹെഡ്ലൈൻസ് തന്നിട്ടുണ്ട്, വായിച്ചു നോക്കിയാലോ. തലക്കെട്ട്: മലാല യൂസഫ്സായി ഷോട്ട്, നേഷൻ പ്രൈസ് ഫോർ ഹെർ. മലാലയ്ക്ക് വെടിയേറ്റിരിക്കുന്നു, രാജ്യം മുഴുവൻ പ്രാർത്ഥനയിൽ. വാട്ട് ഇൻഫർമേഷൻ ഡെഡ് ദ ഹെഡ്ലൈൻ കൺവേ? ഈ ഹെഡ്ലൈൻ എന്ത് ഇൻഫർമേഷനാണ് തരുന്നത്? The headline conveys that Malala Yousafzai was shot and the nation is praying for her recovery. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി മലാല യൂസഫ്സായിക്ക് വെടിയേറ്റു, ഈ രാജ്യം മുഴുവൻ അവളുടെ തിരിച്ചുവരവനായിട്ട് സൗഖ്യത്തിനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. Does the headline grab the reader's attention? ഈ ഹെഡ്ലൈൻ വായനക്കാരുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിച്ചോ? ഹൗ, എങ്ങനെ? യെസ്, തീർച്ചയായും അല്ലേ. The headline grabs attention by using emotional appeal ആൻഡ് ഏർജൻസി. ഒരു ഇമോഷണലി കണക്റ്റ് ആവുന്ന ഒരു കാര്യമാണ് അല്ലേ ഹെഡ്ലൈനിലുള്ളത്. കൂടാതെ ഏർജൻസി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. ആൻഡ് ദ ഹോൾ നേഷൻ ഈസ് കൺസേൺഡ്. കൂടാതെ ഈ രാജ്യത്തെ മുഴുവൻ ബാധിക്കുന്ന ഒന്നാണത്. അതുകൊണ്ടൊക്കെ കൂടി തന്നെ ഈ ഒരു ഹെഡ്ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വായനക്കാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒന്നാണ്. ഈസ് ദ ഹെഡ്ലൈൻ ബ്രീഫ് ആൻഡ് ടു ദ പോയിന്റ്? ഈ ഹെഡ്ലൈൻ കുറച്ച് വാക്കുകൾ മാത്രം ഉപയോഗിച്ചാണ് എഴുതിയിരിക്കുന്നത്, കൂടാതെ പറയേണ്ട കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ടോ? യെസ്, തീർച്ചയായും. ഇറ്റ് ഈസ് ബ്രീഫ്. വലിച്ചു നീട്ടിയല്ല എഴുതിയിരിക്കുന്നത്, ബ്രീഫാണ്. ആൻഡ് ഡെലിവേഴ്സ് ദ മെയിൻ മെസ്സേജ് ക്ലിയർലി. കൂടാതെ എന്താണോ പറയേണ്ടത്, മെയിനായ ആ മെസ്സേജ് വളരെ വ്യക്തമായിട്ട് അവതരിപ്പിച്ചിട്ടുമുണ്ട്. സെക്ഷൻ ബി എന്താണെന്ന് നോക്കാം. ലെറ്റ്സ് നൗ ഐഡൻറ്റിഫൈ എ ഫ്യൂ ഫീച്ചേഴ്സ് ഓഫ് ന്യൂസ് ഹെഡ്ലൈൻസ്. ഒരു വാർത്തയുടെ തലക്കെട്ടിന് വേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എ ഗുഡ് ന്യൂസ് ഹെഡ്ലൈൻ ഷുഡ് ബി. ഒരു നല്ല തലക്കെട്ടിന്, വാർത്തയുടെ തലക്കെട്ടിന് എന്തൊക്കെ വേണം? ഒന്ന്, അത് ക്ലിയർ ആൻഡ് കൺസൈസ് ആയിരിക്കണം, വ്യക്തമായിരിക്കണം, ചുരുങ്ങിയതായിരിക്കണം. എൻഗേജിങ് ആൻഡ് ആക്യുറേറ്റ്. എൻഗേജിങ്, ആളുകളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതായിരിക്കണം, അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കണം. ആൻഡ് ആക്യുറേറ്റ്, കറക്റ്റായ കാര്യമായിരിക്കണം പറയുന്നത്. ക്യാച്ചി ആൻഡ് ക്രിസ്പ്. ക്യാച്ചി എന്ന് പറഞ്ഞാൽ വീണ്ടും ആളുകളുടെ ശ്രദ്ധ വേഗം ക്യാച്ച് ചെയ്യുന്ന, ക്ഷണിക്കുന്ന ഒന്നായിരിക്കണം. ക്രിസ്പ് ആയിരിക്കണം, വലിച്ചു നീട്ടാതെ കുറച്ച് മാത്രം വേണം. ബ്രീഫ് ആൻഡ് ഇൻഫർമേറ്റീവ്. ബ്രീഫ് എന്ന് പറഞ്ഞാൽ എന്താ? ചുരുങ്ങിയ ഒന്നായിരിക്കണം. ഇൻഫർമേറ്റീവ്, എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്ന, ഇൻഫർമേഷൻ കൊടുക്കുന്ന ഒന്നായിരിക്കണം. അവോയ്ഡ്സ് അൺനെസസറി വേർഡ്സ്. അനാവശ്യമായ വാക്കുകളൊന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ഒബ്ജക്റ്റീവ് ആൻഡ് ഫാക്ച്വൽ. സത്യമായ കാര്യങ്ങളായിരിക്കണം പറയേണ്ടത്. ഒരാളുടെ വ്യക്തിപരമായ കാര്യമല്ല അതിൽ എഴുതേണ്ടത്, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. എല്ലാ ആളുകൾക്കും അത് ഒരുപോലെ കണ്ടെത്താനായിട്ട് സാധിക്കണം. യഥാർത്ഥ കാര്യങ്ങൾ മാത്രമേ എഴുതാനായിട്ട് പാടുള്ളൂ. സെക്ഷൻ സി നോക്കാം. ദ ഫോളോയിങ് ന്യൂസ് ഹെഡ്ലൈൻസ് റിലേറ്റ് ടു മലാലാസ് നോബൽ പീസ് പ്രൈസ്. നമ്മുടെ മലാലയ്ക്ക് നോബൽ പീസ് പ്രൈസ് ലഭിക്കുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഹെഡ്ലൈൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അനലൈസ് ദ ഹെഡ്ലൈൻസ് ആൻഡ് പ്ലേസ് എ ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ വൺ യു ലൈക്ക് ദ മോസ്റ്റ്. ഇത് ഒന്ന് നോക്കിക്കേ. അതിൽ ഏറ്റവും നല്ല ഹെഡ്ലൈന് ഒരു ടിക്ക് ഇടാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ അത് എന്തുകൊണ്ട് നിങ്ങൾ സെലക്ട് ചെയ്തു എന്നതിൻ്റെ റീസണും പറയണം. ഗീവ് റീസൺസ് ഫോർ യുവർ ചോയ്സ്. ആക്ടിവിസ്റ്റ് Malala Yousafzai is honored with the Nobel Peace Prize for speaking for girls' education. അതാണോ നല്ല ഹെഡ്ലൈൻ? അതോ മലാല യൂസഫ്സൈസ് ഫൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ വിൻസ് നോബൽ പീസ് പ്രൈസ്? അതോ മലാല യൂസഫ്സൈ ഗെറ്റ്സ് ദ നോബൽ പീസ് പ്രൈസ് ഫോർ ഹർ വർക്ക് ടു ഹെൽപ്പ് ഗേൾസ് ഗോ ടു സ്കൂൾ? ഇതിൽ ഏറ്റവും നല്ല ഹെഡ്ലൈൻ എന്ന് പറയുന്നത് മലാല യൂസഫ്സൈസ് ഫൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ വിൻസ് നോബൽ പീസ് പ്രൈസ് എന്ന് ഉള്ളതാണ്. ആദ്യത്തേത് കുറച്ച് ലോങ് ആണ്, അനാവശ്യമായ വാക്കുകളൊക്കെ ഉണ്ട്. അവസാനത്തേതോ കറക്റ്റായ ഒരു ഇൻഫർമേഷൻ അത് കൺവേ ചെയ്യുന്നില്ല. അപ്പോൾ രണ്ടാമത്തേത് ആണ് ഏറ്റവും നല്ലത്. റീസൺ എന്തുകൊണ്ടാണ്? ദിസ് ഹെഡ്ലൈൻ ഇസ് ക്ലിയർ. വളരെ ക്ലിയർ ആണ്. കൺസൈസ്, ചുരുങ്ങിയ വാക്കുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആൻഡ് ടു ദ പോയിന്റ്, പറയേണ്ട കാര്യം വ്യക്തമായി പറഞ്ഞിട്ടുമുണ്ട്. സെക്ഷൻ ഡി നോക്കാം. മാച്ച് ദ ന്യൂസ് ഹെഡ്ലൈൻസ് വിത്ത് ദ ലീഡ്സ്. ലീഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വാർത്തയുടെ ആദ്യത്തെ പാരഗ്രാഫ്. അപ്പോൾ അതും ഹെഡ്ലൈൻസ് തമ്മിൽ മാച്ച് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലീഡ്സ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും അതിൻ്റെ ഹെഡ്ലൈൻസ് ഏതാണ് എന്ന്. അപ്പോൾ ആദ്യത്തെ ന്യൂസ് ഹെഡ്ലൈൻസ്: ഇന്ത്യ വിൻസ് ഗോൾഡ് ഇൻ ഏഷ്യൻ ഗെയിംസ്. ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ എന്ത് നേടി? ഗോൾഡ് നേടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ബാക്കി അതിലേത് പാരഗ്രാഫാണ് നമുക്ക് എഴുതേണ്ടത്? ഗോൾഡ് മെഡലുമായി ബന്ധപ്പെട്ടത് രണ്ടാമത്തേതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഏത് കൊടുക്കാം? മൺഡേ 7th May 2024 എന്ന ഡേറ്റുള്ള ആ ഒരു ന്യൂസാണ് എന്ത് വരിക? നീരജ് ചോപ്രയുടെ ന്യൂസാണ് അതിൻ്റെ കറക്റ്റ് ലീഡ്. രണ്ടാമത്തേതോ സ്കൂൾ സ്റ്റുഡൻസ് പ്ലാന്റ് 1000 ട്രീസ് ഇൻ സിറ്റി പാർക്ക്. സ്കൂൾ കുട്ടികൾ 1000 മരങ്ങൾ നട്ട ഒരു വാർത്തയാണ്, ഹെഡ്ലൈൻസ് ആണ്. അപ്പോൾ അതിൻ്റെ ലീഡ് ഏതാ വരിക?
ഫ്രൈഡേ 5th ജൂൺ 2024 ന്യൂസാണ് അല്ലേ. അവിടെയാണ് സ്കൂൾ കുട്ടികൾ ഈ 1000 മരങ്ങൾ നട്ടിരിക്കുന്ന പ്രധാന ന്യൂസ് എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തേതോ, കൽക്കി സുബ്രഹ്മണ്യം ട്രാൻസ് റൈറ്റ്സ് ആക്ടിവിസ്റ്റ് നോമിനേറ്റഡ് ഫോർ എ വിമൻ ഓഫ് വർത്ത് അവാർഡ്. അപ്പോൾ വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അവസാനത്തേതാണ് വെനസ്ഡേ 15th നവംബർ 2016 ന്യൂസ് അല്ലേ, പേരടക്കം അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആൻസർ. അവസാനത്തേതോ, മൺസൂൺ റെയിൻ സ്ലാഷ് മുംബൈ സ്ട്രീറ്റ്സ് ഫ്ലഡഡ്. അപ്പോൾ മൺസൂണും മുംബൈയും ഒക്കെ വരുന്ന ന്യൂസ് ഏറ്റവും ആദ്യത്തേതാണ്. അപ്പോൾ അത് മാച്ച് ചെയ്യുക. അങ്ങനെ നമ്മൾ സെക്ഷൻ ഡി കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ അല്ലേ? അപ്പോൾ അത് മുഴുവൻ നമ്മൾ മാച്ച് ചെയ്തതോടെ ആ ഒരു സെക്ഷൻ ഡിയും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സെക്ഷൻ ഇയിലേക്ക് പോകാം. അവിടെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ലീഡ് തന്നിട്ടുണ്ട്, അഥവാ ആദ്യത്തെ പാരഗ്രാഫ് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഹെഡ്ലൈൻ എഴുതി കൊടുക്കണം. ന്യൂസ് കിട്ടിയാൽ നമുക്കൊരു ഹെഡ്ലൈൻ സുഖമായിട്ട് എഴുതിക്കൂടെ? അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. വെൻസ്ഡേ 22 ഒക്ടോബർ 2024 നടന്നൊരു വാർത്തയാണ്. എവിടെയാണ് നടന്നിരിക്കുന്നത്? കൊച്ചിയിലാണല്ലോ, ഫോർട്ട് കൊച്ചിൻ. ദ ഫോർട്ട് ഹൈസ്കൂൾ സെലിബ്രേറ്റഡ് a significant milestone with the inauguration of its new multi-storied building designed to accommodate the growing number of students and enhance the learning environment. അപ്പോൾ കുട്ടികൾ കൂടുന്നത് കൊണ്ടും കൂടാതെ നല്ല പഠന അന്തരീക്ഷം ലഭിക്കുന്നതിനുമായിട്ട് ഫോർട്ട് ഹൈസ്കൂൾ എന്ത് ചെയ്തു? ഒരു പുതിയ കെട്ടിടം ഉദ്ഘാടനം നടത്തിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് ന്യൂസ്. അപ്പോൾ എന്ത് ഹെഡ്ലൈൻ കൊടുക്കാം? ഫോർട്ട് ഹൈസ്കൂൾ ഇനോഗ്രേറ്റ്സ് ന്യൂ മൾട്ടി സ്റ്റോറീഡ് ബിൽഡിംഗ്. ഇത് വളരെ ക്ലിയർ ആണ്. ചുരുങ്ങിയ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്താണോ പറയേണ്ടത് അത് എഴുതിയിരിക്കുന്നു. സ്കൂളിൻ്റെ പേരും ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ന്യൂസ് ഫ്രൈഡേ 18th ഓഗസ്റ്റ് 2024 നടന്നിരിക്കുന്നത്. ശാസ്താംകോട്ടയാണ് സ്ഥലം. അവിടെയാണ് ഈ സംഭവം ഉണ്ടായത്. എന്താണെന്ന് നോക്കിയാലോ. ദ ആനുവൽ ആർട്സ് ഫെസ്റ്റ് of the government high school was a vibrant mix of creativity and artistic expression. ഇവിടെ ആനുവൽ ആർട്സ് ഫെസ്റ്റിവൽ ആണ് നടന്നിരിക്കുന്നത്. എവിടെ? ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ. സ്റ്റുഡൻസ് displayed their talents in a wide range of mediums including painting, sculpture, dance, music and drama. ഇതിലൊക്കെ കുട്ടികൾ അവരുടെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. അങ്ങനെ വളരെ മനോഹരമായി ആ ആർട്ട് ഫെസ്റ്റിവൽ നടന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഹെഡ്ലൈൻ കളേഴ്സ് ഓഫ് ക്രിയേറ്റിവിറ്റി അൺലീഷ്ഡ് അറ്റ് ശാസ്താംകോട്ട ആർട്ട് ഫെസ്റ്റ് എന്ന് എഴുതാം. ക്രിയേറ്റിവിറ്റിയുടെ നിറങ്ങൾ സ്വതന്ത്രമാക്കപ്പെട്ടു ശാസ്താംകോട്ട ഫെസ്റ്റിൽ എന്ന് നമുക്ക് മനോഹരമായിട്ട് എഴുതാം. അവസാനത്തേതാണ് ട്യൂസ്ഡേ 11th നവംബർ 2024 നടന്ന ഒരു കാര്യമാണ്. കാസർഗോഡിലാണല്ലോ. The government high school hosted its annual English fest this week, celebrating the power of language and literature. അപ്പോൾ ഗവൺമെൻറ് ഹൈസ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്തി ലാംഗ്വേജും ലിറ്ററേച്ചറും ഒക്കെ സെലിബ്രേറ്റ് ചെയ്തുകൊണ്ട് സ്റ്റുഡൻസ് ഓഫ് ഓൾ ഗ്രേഡ്സ് പാർട്ടിസിപ്പേറ്റഡ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ്. എല്ലാ ക്ലാസ്സിലെ കുട്ടികളും പല ആക്ടിവിറ്റീസിലായിട്ട് പങ്കെടുത്തു. സച്ച് എസ് റെസിറ്റേഷൻ, ക്രിയേറ്റീവ് റൈറ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ്, ഡിബേറ്റ്, സ്പെല്ലിംഗ് ബി ഒക്കെ. അപ്പോൾ ഈ പ്രോഗ്രാംസ് ഒക്കെ അന്ന് സംഘടിപ്പിച്ചിരുന്നു. അതിന് നമുക്ക് എന്ത് ഹെഡ്ലൈൻ കൊടുക്കാം? നമുക്ക് എഴുതാം ഇംഗ്ലീഷ് ഫെസ്റ്റ് ഇൻ കാസർഗോഡ് സെലിബ്രേറ്റ്സ് ദ പവർ ഓഫ് വേർഡ്സ്. കാസർഗോഡിൽ നടന്ന ഇംഗ്ലീഷ് ഫെസ്റ്റ് അല്ലെ, വാക്കുകളുടെ ശക്തി ആഘോഷിക്കുകയായിരുന്നു എന്ന് എഴുതാം. അപ്പോൾ മീനിങ് ഫുൾ ആണ്. അത് കാണുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നും അത് വായിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ ആക്ടിവിറ്റി 1 കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 പോകാം. Imagine you are hosting a live talk show and you get opportunity to interview Malala Yousafzai. നിങ്ങളൊരു ലൈവായി നടക്കുന്ന ഒരു ടോക്ക് ഷോ, നമ്മുടെ പേളി മാണി ഷോ ഒക്കെ പോലെ ഒരു ഷോ നടത്തുകയാണെന്ന് വിചാരിക്കുക. അതിൽ നിങ്ങൾക്ക് ആര് വന്നു ഗസ്റ്റായിട്ട്? മലാല യൂസഫ്സായ്. പ്രിപ്പയർ എ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഫോർ ദി ഇൻ്റർവ്യൂ. അങ്ങനെയാണെങ്കിൽ ഇൻ്റർവ്യൂവിൽ ചോദിക്കാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനാണ് പറയുന്നത്. യു മേ ആസ്ക് ക്വസ്റ്റ്യൻസ് റിഗാർഡിംഗ് ദീസ് ടോപ്പിക്സ്. ഇവിടെ തന്നിരിക്കുന്ന ടോപ്പിക്സുമായി ബന്ധപ്പെട്ടായിരിക്കണം നിങ്ങളുടെ ചോദ്യങ്ങൾ. ഒന്ന് പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട്, മലാലയുടെ പേഴ്സണൽ ലൈഫുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാം. മോട്ടിവേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ, എന്തായിരുന്നു അല്ലെങ്കിൽ ആരായിരുന്നു മലാലയുടെ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ. ടേണിംഗ് പോയിന്റ് ഇൻ ലൈഫ്, എന്താണ് ജീവിതത്തിലെ വഴിത്തിരിവ് എന്ന് നിങ്ങൾക്ക് ചോദിക്കാം. അഡ്വക്കസി ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ, അഡ്വക്കസി എന്ന് പറഞ്ഞാൽ എന്താ? അഭിപ്രായം പരസ്യമായിട്ട് പറയുക അല്ലെ, വാദിക്കുക. അപ്പോൾ ഗേൾസിന്റെ എഡ്യൂക്കേഷന് വേണ്ടി നടത്തിയ പ്രസംഗങ്ങളെക്കുറിച്ച്, വാദങ്ങളെക്കുറിച്ച് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. റെക്കഗ്നിഷൻ ആൻഡ് അച്ചീവ്മെന്റ്, ലഭിച്ച അംഗീകാരങ്ങൾ, ആദരങ്ങളെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഫ്യൂച്ചർ ഗോൾസ്, ഭാവിയിലെ പ്ലാനുകൾ, ലക്ഷ്യങ്ങൾ ഒക്കെ എന്താണ് എന്ന രീതിയിൽ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉണ്ടാക്കാം. അഡ്വൈസ് ടു ദി യങ്ങർ ജനറേഷൻ, വരും തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന അഡ്വൈസ് എന്താണ് എന്ന രീതിയിലുള്ള ചോദ്യങ്ങളും നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ ഇവിടെ ഓൾറെഡി 2 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. ക്യാൻ യു ടെൽ us about your early childhood? നിങ്ങളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞങ്ങളോട് പറയാമോ? വാട്ട് ഇൻസ്പയർഡ് യു ടു ഫൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ, എന്താണ് നിങ്ങളുടെ ഇൻസ്പിറേഷൻ? ഈ എഡ്യൂക്കേഷന് വേണ്ടി നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യാനുള്ള ഇൻസ്പിറേഷൻ എന്താണ് എന്ന് ഓൾറെഡി 2 ക്വസ്റ്റ്യൻ അവിടെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം. വാസ് ദെയർ എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ലൈഫിലെ ഒരു വഴിത്തിരിവ് എന്ന് പറയാൻ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടോ? ഹൗ ഡിഡ് യു ഫീൽ വെൻ യു റിസീവ്ഡ് ദ നോബൽ പീസ് പ്രൈസ്? നോബൽ പീസ് പ്രൈസ് ലഭിച്ചപ്പോൾ എന്തായിരുന്നു നിങ്ങൾക്ക് തോന്നിയത്?
വാട്ട് ചാലഞ്ചസ് ഡിഡ് യു ഫേസ് ഇൻ യുവർ ജേർണി ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ദം? നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് അതിനെയൊക്കെ തരണം ചെയ്തത്? വാട്ട് ആർ യുവർ ഫ്യൂച്ചർ ഗോൾസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ? ഈ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ എന്താണ് നിങ്ങളുടെ മുന്നോട്ടുള്ള ലക്ഷ്യങ്ങൾ? വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു യങ് ഗേൾസ് അറൗണ്ട് ദ വേൾഡ്? ഈ ലോകത്തിലുള്ള ചെറിയ പെൺകുട്ടികൾക്ക് എന്ത് അഡ്വൈസാണ് നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ഹൗ ക്യാൻ യങ് പീപ്പിൾ കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ കോസസ് ലൈക്ക് എഡ്യൂക്കേഷൻ? എങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മറ്റുള്ള ആളുകൾക്കും പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കുക? അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താം. നൗ യൂസിങ് ദ ക്വസ്റ്റ്യൻസ് യു ഹാവ് പ്രിപ്പയർഡ് കണ്ടക്ട് ആൻ ഇൻ്റർവ്യൂ വിത്ത് മലാല. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കൈ കിട്ടിയല്ലോ. അപ്പോൾ ഇനി നമുക്കൊരു ഇൻ്റർവ്യൂ നടത്താം. ടുഡേ വി ഹാവ് ദി ഓണർ ഓഫ് സ്പീക്കിംഗ് വിത്ത് മലാല യൂസഫ്സായ്. അപ്പോൾ നമ്മുടെ ഇൻ്റർവ്യൂ ആരംഭിച്ചിരിക്കുകയാണ്. എന്താ പറയുന്നത്? ഇന്ന് നമ്മൾക്ക് മലാല യൂസഫ്സായുമായിട്ട് സംസാരിക്കാനായിട്ട് ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ആദരം ലഭിച്ചിരിക്കുകയാണ്. എ ബേക്കൺ ഓഫ് ഹോപ്പ്. ബേക്കൺ എന്ന് പറഞ്ഞാൽ എന്താ? മുന്നിൽ പോകുന്ന ആ ദീപശിഖയല്ലേ, ആ വെളിച്ചം, പ്രതീക്ഷയുടെ വെളിച്ചമാണ് മലാല. ആൻഡ് റെസിലിയൻസ് ഇൻ ദ സ്ട്രഗിൾ ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. റെസിലിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? പ്രതിരോധം അല്ലേ, എത്രയും വേഗം ഏതൊരു പ്രശ്നത്തിൽ നിന്നും തിരിച്ച് വരുവാനുള്ള ശക്തി അല്ലെങ്കിൽ കഴിവ്. അങ്ങനെ പെൺകുട്ടികൾക്ക് വേണ്ടി പൊരുതിയ ഏത് പ്രശ്നത്തിൽ നിന്നും എത്രയും വേഗം തിരിച്ചു വരുന്ന ഒരു ശക്തി തന്നെയാണ് മലാല. ലെറ്റ്സ് എക്സ്പ്ലോർ ഹെർ ഇൻസ്പയറിംഗ് ജേർണി. നമുക്ക് മലാലയുടെ എല്ലാവർക്കും ആവേശം നൽകുന്ന, എല്ലാവരെയും ഇൻസ്പയർ ചെയ്യുന്ന ജീവിതയാത്ര ഒന്ന് എക്സ്പ്ലോർ ചെയ്താലോ? ആൻഡ് ഹെർ വിഷൻ ഫോർ എ വേൾഡ് വെർ എവ്രി ഗേൾ ക്യാൻ പെർസ്യൂ ഹെർ ഡ്രീംസ്. മലാലയുടെ സ്വപ്നത്തിലെ ലോകമെന്ന് പറയുന്നത് എല്ലാ പെൺകുട്ടികൾക്കും അവരുടെ സ്വപ്നങ്ങൾ പിന്തുടരാനായിട്ട് കഴിയുന്ന ഒരു ലോകമാണ്. അപ്പോൾ ആ ലോകത്തെക്കുറിച്ചുള്ള മലാലയുടെ വിഷൻ എന്താണ് എന്നൊക്കെ നമുക്ക് നോക്കാം. ക്യാൻ യു ടെൽ us about your early childhood? താങ്കളുടെ കുട്ടിക്കാലത്തെക്കുറിച്ച് ഞങ്ങളോട് പറയാമോ? അപ്പോൾ എന്താ മലാല പറയുന്നത്? ഐ വാസ് ബോൺ ഇൻ മിങ്കോറ, പാകിസ്ഥാൻ. ഞാൻ പാകിസ്ഥാനിലെ മിങ്കോറ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിച്ചത്. മൈ ഫാദർ വാസ് എ ടീച്ചർ. എൻ്റെ അച്ഛൻ ഒരു അധ്യാപകനായിരുന്നു. ആൻഡ് ഐ ഗ്രൂ അപ്പ് ലവിങ് സ്കൂൾ ആൻഡ് ലേണിംഗ്. എനിക്ക് സ്കൂളും വളരെ ഇഷ്ടമായിരുന്നു, പഠിക്കാനും ഒത്തിരി ഇഷ്ടമായിരുന്നു. വാട്ട് ഇൻസ്പയർഡ് യു ടു ഫൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ? ഈ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാനായിട്ട്, പോരാടാനായിട്ട് എന്തായിരുന്നു താങ്കളുടെ ഇൻസ്പിറേഷൻ? ഐ സോ ഗേൾസ് ഇൻ മൈ കൺട്രി ബീങ് ഡിനൈഡ് ദ റൈറ്റ് ടു ഗോ ടു സ്കൂൾ. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ രാജ്യത്ത് പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള അവസരം നിഷേധിച്ചിരുന്നു. ഐ ഫെൽറ്റ് ഇറ്റ് വാസ് അൺഫെയർ. അത് ന്യായമല്ല എന്ന് എനിക്ക് തോന്നിയിരുന്നു. ആൻഡ് ഐ വാണ്ടഡ് ടു റേസ് മൈ വോയിസ് ഫോർ ദം. അവർക്ക് വേണ്ടി എനിക്ക് ശബ്ദമുയർത്തേണ്ടതായിട്ട് തോന്നി. വാസ് ദെയർ എ ടേണിംഗ് പോയിന്റ് ഇൻ യുവർ ലൈഫ്? നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ? ഒരു വഴിത്തിരിവ്? യെസ്, വെൻ ഐ വാസ് അറ്റാക്ഡ് ബൈ ദ താലിബാൻ ഫോർ സ്പീക്കിംഗ് ഔട്ട്. ഞാൻ സംസാരിച്ചതിന്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സംസാരിച്ചതിന് എന്നെ അറ്റാക്ക് ചെയ്തു? താലിബാൻ. ദാറ്റ് ഇൻസിഡൻറ്റ് മെയ്ഡ് മീ ഈവൻ സ്ട്രോങ്ങർ. എന്നാൽ അതെന്നെ വീണ്ടും കൂടുതൽ ശക്തയാക്കുകയാണ് ചെയ്തത്. ആൻഡ് മോർ ഡിറ്റർമിൻഡ് ടു ഫൈറ്റ് ഫോർ എഡ്യൂക്കേഷൻ. കുറച്ചും കൂടി നല്ല ശക്തിയിൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോരാടാൻ അതെന്നെ പ്രാപ്തയാക്കുകയാണ് ചെയ്തത്. ഹൗ ഡിഡ് യു ഫീൽ വെൻ യു റിസീവ് ദ നോബൽ പീസ് പ്രൈസ്? നോബൽ പീസ് പ്രൈസ് ലഭിച്ചപ്പോൾ താങ്കൾക്ക് എന്ത് തോന്നി? ഐ വാസ് വെരി ഹാപ്പി ആൻഡ് ഓണേർഡ്. എനിക്ക് വളരെ സന്തോഷമായിരുന്നു. ഇറ്റ് വാസ് നോട്ട് ജസ്റ്റ് ഫോർ മീ. ആ ഒരു അവാർഡ് എനിക്ക് മാത്രം കിട്ടിയത് ഒന്നായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ബട്ട് ഫോർ ഓൾ ചിൽഡ്രൻ ഹു ആർ ഫൈറ്റിംഗ് ഫോർ ദെയർ റൈറ്റ്സ്. അവകാശത്തിന് വേണ്ടി പോരാടുന്ന എല്ലാ കുട്ടികൾക്കും ലഭിച്ച ഒന്നായിട്ടാണ് അത് എനിക്ക് തോന്നിയത്. വാട്ട് ചാലഞ്ചസ് ഡിഡ് യു ഫേസ് ഇൻ യുവർ ജേർണി ആൻഡ് ഹൗ ഡിഡ് യു ഓവർകം ദം? താങ്കളുടെ ഈ യാത്രയിൽ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? ഐ ഫേസ് ത്രെറ്റ്സ് ആൻഡ് വയലൻസ് ബട്ട് ഐ നെവർ ഗേവ് അപ്പ്. എൻ്റെ വഴിയിൽ എനിക്ക് ഒരുപാട് ഭീഷണികളും വയലൻസും ഒക്കെ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കലും വിട്ടുകൊടുക്കാൻ റെഡി ആയിരുന്നില്ല. വിത്ത് ദ സപ്പോർട്ട് ഓഫ് മൈ ഫാമിലി ആൻഡ് സ്ട്രോങ് ബിലീഫ് ഇൻ എഡ്യൂക്കേഷൻ ഐ കെപ്റ്റ് മൂവിങ് ഫോർവേഡ്. എൻ്റെ കുടുംബത്തിൽ നിന്നും എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. കൂടാതെ എനിക്ക് വിദ്യാഭ്യാസത്തിൽ വളരെ ശക്തമായ വിശ്വാസവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ടേക്ക് പോയി. വാട്ട് ആർ യുവർ ഫ്യൂച്ചർ ഗോൾസ് ഇൻ ദ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ? എന്താണ് ഈ എഡ്യൂക്കേഷൻ്റെ ഫീൽഡിൽ താങ്കളുടെ ഭാവി പ്ലാൻ? ഐ വോണ്ട് എവ്രി ചൈൽഡ്, എല്ലാ കുട്ടികൾക്കും, പ്രത്യേകിച്ച് എസ്പെഷ്യലി ഗേൾസ്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, ടു ഗെറ്റ് 12 ഇയേഴ്സ് ഓഫ് ഫ്രീ ആൻഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ. 12 വർഷത്തെ സൗജന്യവും ക്വാളിറ്റിയുമുള്ള എഡ്യൂക്കേഷൻ വേണം. ഐ വിൽ കണ്ടിന്യൂ ടു വർക്ക് ഫോർ ദാറ്റ്. അതിനുവേണ്ടി ഞാൻ പോരാടുക തന്നെ ചെയ്യും. വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു യങ് ഗേൾസ് അറൗണ്ട് ദ വേൾഡ്? ഈ ലോകത്തിലുള്ള ചെറിയ പെൺകുട്ടികൾക്ക് താങ്കൾ എന്ത് അഡ്വൈസാണ് നൽകാൻ ആഗ്രഹിക്കുന്നത്? ബി ബ്രേവ്, സ്പീക്ക് അപ്പ്. ധൈര്യമായിട്ടിരിക്കുക, സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. ആൻഡ് നെവർ സ്റ്റോപ്പ് ലേണിംഗ്. എന്നിട്ടോ വിദ്യാഭ്യാസം നേടുന്നതിൽ നിന്നും പഠിക്കുന്നതിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോവാതെ ഇരിക്കുക. യുവർ വോയിസ് മാറ്റേഴ്സ്. നിങ്ങളുടെ ശബ്ദത്തിന് വിലയുണ്ട്.
ഹൗ ക്യാൻ യങ് പീപ്പിൾ കോൺട്രിബ്യൂട്ട് ടു സോഷ്യൽ കോസസ് ലൈക്ക് എഡ്യൂക്കേഷൻ? വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രത്യേകിച്ച് യുവതലമുറയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് കഴിയുക? അവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? മലാല: സ്റ്റാർട്ട് സ്മോൾ. ചെറിയതായിട്ട് ആരംഭിക്കൂ. ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ഹെൽപ്പ് സമ്മൺ ഇൻ യുവർ കമ്മ്യൂണിറ്റി. നിങ്ങളുടെ ചുറ്റുമുള്ള ഒരാളെ സഹായിച്ചേ പഠിക്കാനായിട്ട്. യൂസ് യുവർ വോയിസ്. നിങ്ങളുടെ ശബ്ദം ഉപയോഗിക്കൂ. യുവർ ടൈം. നിങ്ങളുടെ സമയം ഉപയോഗിക്കൂ. ആൻഡ് യുവർ സ്കിൽസ്. നിങ്ങളുടെ കഴിവുകളെ ഉപയോഗിക്കൂ ടു മേക്ക് എ ഡിഫറൻസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാനായിട്ട് സാധിക്കും. താങ്ക് യു സോ മച്ച് മലാല. യുവർ വേർഡ്സ് ആർ ട്രൂലി ഇൻസ്പയറിംഗ്. നന്ദിയുണ്ട്. നിങ്ങളുടെ വാക്കുകൾ വളരെ ഇൻസ്പയറിംഗ് ആയിരുന്നു. സ്വാധീനിക്കുന്ന വാക്കുകളായിരുന്നു താങ്കളുടേത് എന്ന് പറഞ്ഞ് ഹോസ്റ്റ് ആ ഇൻ്റർവ്യൂ അവസാനിപ്പിക്കുന്നു. ദ നറേറ്റർ ഓഫ് എ പ്രെസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് വിസിറ്റ്സ് ദ ഡോക്ടർ ടു ഡിസ്കസ് വേരിയസ് ഡിസീസസ് ഹി ബിലീവ്ഡ് ഹി ഹാഡ്. നമ്മൾ പ്രെസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന ചാപ്റ്റർ പഠിച്ചതാണ് അല്ലേ? അതിൽ തനിക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന കുറച്ച് രോഗങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു ഡോക്ടറുടെ അടുത്ത് പോകുന്നതായി പറയുന്നുണ്ട്. ഇഫ് യു ഹാവ് an eye-related illness, which specialist would you consult? നിങ്ങളുടെ കണ്ണുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ആരെയാണ് നിങ്ങൾ കാണുക? യു ഷുഡ് കൺസൾട്ട് ആൻ ഒപ്താമോളജിസ്റ്റ്. അല്ലേ? കണ്ണിൻ്റെ അസുഖങ്ങൾ വരുമ്പോൾ നമ്മൾ ആരെ കാണിക്കുക? ഒപ്താൽമോളജിസ്റ്റിനെയാണ്. സ്റ്റഡി ദ ടേബിൾ ബിലോ ആൻഡ് മാച്ച് ദ ടൈറ്റിൽസ് ഓഫ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സ് വിത്ത് ദെയർ ഏരിയ ഓഫ് സ്പെഷ്യലൈസേഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് സ്പെഷ്യലിസ്റ്റ് ഡോക്ടേഴ്സിൻ്റെ ലിസ്റ്റാണ് ടൈറ്റിലിൽ കൊടുത്തേക്കുന്നത്. ആ ഡോക്ടർ ഏത് ഏരിയയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ഏത് തരം പേഷ്യൻസിനെയാണ് നോക്കുന്നത് എന്ന് അപ്പുറത്തും കൊടുത്തിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് ഓർഡറിലല്ല, മിക്സ് ചെയ്ത് കൊടുത്തേക്കുവാണ്. നമ്മളത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യണം. അപ്പോൾ ആദ്യത്തേത് ഓർത്തോപീഡിസ്റ്റ്. ആരെയാണ് നോക്കുക? ഓർത്തോ ബോൺസ്, ജോയിൻസ് ആൻഡ് മസിൽസ്. നമ്മുടെ എല്ലിനൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നമ്മൾ ആരെയാണ് കാണിക്കുക? ഓർത്തോപീഡിസ്റ്റിനെയാണ് അല്ലേ? ഗൈനക്കോളജിസ്റ്റ്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം. പീഡിയാട്രീഷ്യൻ ആണെങ്കിലോ ഹെൽത്ത് കെയർ ഫോർ ചിൽഡ്രൻ, കുട്ടികളെ നോക്കുന്നത് പീഡിയാട്രിസ്റ്റ് ആണ്. ഒപ്താൽമോളജിസ്റ്റ് നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു, ഐ ഡിസീസ് ആൻഡ് ഡിസോർഡേഴ്സ്. കാർഡിയോളജിസ്റ്റ് ഹാർട്ടുമായി ബന്ധപ്പെട്ടതാണ് കാർഡിയോളജിസ്റ്റ്, ഹാർട്ട് ആൻഡ് കാർഡിയോവാസ്കുലർ സിസ്റ്റം. ഡെർമറ്റോളജിസ്റ്റോ സ്കിൻ, ഹെയർ ആൻഡ് നെയിൽസ്. ന്യൂറോളജിസ്റ്റ് പേരിൽ തന്നെ ഉണ്ടല്ലേ, നെർവസ് സിസ്റ്റം, ബ്രെയിൻ, സ്പൈനൽ കോഡ് ആൻഡ് നെർവ്സ്. അപ്പോൾ ഈ ഡോക്ടേഴ്സൊക്കെ ഇവരെയാണ് നോക്കുക. ഓക്കെ, റീഡ് ദ സെൻറ്റൻസസ് ബിലോ ആൻഡ് ഫിൽ ഇൻ ദി ബ്ലാങ്ക്സ് വിത്ത് ദ അപ്രോപ്രിയേറ്റ് ടേംസ്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. നമുക്ക് സ്പെഷ്യലിസ്റ്റ് ആരൊക്കെയാണ് നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ? അപ്പോൾ ഈ ഒരു സെൻറ്റൻസിൽ ഏത് സ്പെഷ്യലിസ്റ്റിനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കിയിട്ട് നമുക്കത് ഫിൽ ചെയ്ത് കൊടുക്കാം. കൺസൾട്ട് എ ഓർ ആൻ ഡാഷ് ഇഫ് യു ഹാവ് ജോയിൻറ്റ് പെയിൻ ഓർ എ ഫ്രാക്ചർ. ജോയിൻറ്റിനൊരു പ്രശ്നമുണ്ട് അല്ലെങ്കിൽ ബോണിനൊരു ഫ്രാക്ചർ വന്നു, നമ്മൾ ആരെ കാണിക്കും? ഓർത്തോപീഡിസ്റ്റ് അല്ലേ? വിസിറ്റ് എ ഡാഷ് ഫോർ റെഗുലർ ചെക്കപ്സ്, ഹോർമോണൽ ഇഷ്യൂ ഓർ ഫീമെയിൽ ഹെൽത്ത് പ്രോബ്ലം. സ്ത്രീകളുടെ ഹെൽത്ത് പ്രശ്നങ്ങളാണെങ്കിൽ നമ്മൾ ആരെ കാണിക്കണം? ഗൈനക്കോളജിസ്റ്റ്. ഗോ ടു എ ഡാഷ് ഇഫ് യു ഹാവ് പ്രോബ്ലംസ് വിത്ത് യുവർ ഐസൈറ്റ്. വീണ്ടും ചോദിക്കുന്നു, കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആരായിരുന്നു? ഒപ്താൽമോളജിസ്റ്റ്. കോൾ ഓൺ എ ഡാഷ് ഇഫ് യു ഹാവ് സിവിയർ ചെസ്റ്റ് പെയിൻ. നിങ്ങൾക്ക് ഭയങ്കര ചങ്കിന് വേദനയാണ് എങ്കിൽ, ചങ്കിന് വേദന വരുമ്പോൾ നമ്മൾ ആരെ കാണിക്കണം? ഹൃദയത്തിൻ്റെ ഡോക്ടറെ കാണിക്കണം അല്ലേ? കാർഡിയോളജിസ്റ്റ്. ഇഫ് യു ഹാവ് എ സ്കിൻ റാഷ് ഓർ അൺയൂഷ്വൽ ഹെയർ ലോസ് യു ഷുഡ് കൺസൾട്ട് എ ഡാഷ്. നിങ്ങൾക്ക് ഭയങ്കര സ്കിന്നിന് പ്രശ്നമാണ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് മുടി പൊഴിയുന്നു, അങ്ങനെയൊക്കെയാണ് നിങ്ങൾ ആരെ കാണിക്കണം? ഡെർമറ്റോളജിസ്റ്റിന്. സ്കിന്നുമായി ബന്ധപ്പെട്ട എന്ത് വന്നാലും ഡെർമറ്റോളജിസ്റ്റിനെയാണ് കേട്ടോ കാണിക്കേണ്ടത്. ഫോർ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു ചിൽഡ്രൻസ് ഹെൽത്ത് വിസിറ്റ് എ ഡാഷ്. കുട്ടികളുടെ ആരോഗ്യ പ്രശ്നങ്ങളാണെങ്കിൽ ആരെയാണ് കാണേണ്ടത്? പീഡിയാട്രീഷ്യൻ. ഇഫ് യുവർ ഡോക്ടർ തിങ്സ് യു ഹാവ് ഇഷ്യൂസ് റിലേറ്റഡ് ടു എ നെർവസ് സിസ്റ്റം ഷീ വിൽ റെഫർ യു ടു. ഒരു ഡോക്ടർക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് നെർവ്സിനാണ് പ്രശ്നം, ഏത് ഡോക്ടറുടെ അടുത്തേക്ക് പോകാനാ പറയുക? അല്ലെങ്കിൽ ഏത് സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകാനാ പറയുക? ന്യൂറോളജിസ്റ്റ് അല്ലേ? അപ്പോൾ ആ ആക്ടിവിറ്റി കൂടി കംപ്ലീറ്റ് ചെയ്തതോടെ നമ്മൾ ഒത്തിരി സ്പെഷ്യലിസ്റ്റുകളെ പരിചയപ്പെട്ടു, പഠിച്ചു. ഇനി നമുക്ക് ആക്ടിവിറ്റി 2 പോയാലോ? ദിസ് ഈസ് എ സ്റ്റോറി ഓഫ് എ കൈൻഡ് ഹാർട്ടഡ് പേഴ്സൺ ഹു ഇൻസ്പയർഡ് ദ പീപ്പിൾ ഓഫ് ഹിസ് വില്ലേജ് ത്രൂ ഹിസ് ഹീറോയിക് ആക്ഷൻ. ഇനി നമ്മളൊരു കഥയാണ് കാണാൻ പോകുന്നത്. വളരെ നല്ല ഹൃദയമുള്ള ഒരു മനുഷ്യൻ്റെ തൻ്റെ പ്രവർത്തികൾ വഴി ഒരു വില്ലേജിലെ ആളുകളെ മുഴുവൻ സ്വാധീനിച്ച ഒരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. റീപ്ലേസ് ദ ഹൈലൈറ്റഡ് വേർഡ്സ് ചൂസിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺസ് ഫ്രം ദ ബോക്സ് ബിലോ. പക്ഷെ നമ്മൾ ഈ കഥ വായിച്ചു പോകുമ്പോൾ അവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന കുറച്ച് വാക്കുകളുണ്ട്, പ്രധാനമായി കൊടുത്തിരിക്കുന്ന വാക്കുകൾ. അത് നമ്മൾ മാറ്റി വേറൊരു വാക്കിട്ട് കൊടുക്കണം. മാറ്റി കൊടുക്കേണ്ട വാക്കുകൾ എവിടെയാണ് അപ്പോൾ കൊടുത്തിട്ടുണ്ട്? താഴെ അവിടെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് മാറ്റി കൊടുക്കണമെങ്കിൽ നമുക്ക് അതിൻ്റെയൊക്കെ അർത്ഥങ്ങൾ അറിഞ്ഞിരിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം. വൺസ്, ഒരിക്കൽ, ഇൻ എ സ്മോൾ വില്ലേജ്, ചെറിയൊരു ഗ്രാമത്തിൽ, ദർ വാസ് എ ഫീബിൾ ഓൾഡ് മാൻ ഹു ലീവ്ഡ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ. ഫീബിൾ എന്ന് പറഞ്ഞാൽ എന്താ?
ശക്തിയില്ലാത്ത എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മൾ ആ വാക്ക് മാറ്റി കൊടുക്കണം. അവിടെ ഡെക്രാപ്പിറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥവും എന്താണ്? വീക്കാണ്. ബോക്സിലുള്ള ഡെക്രാപ്പിറ്റ് എന്ന വാക്കിന്. അപ്പോൾ നമുക്ക് അവിടെ എന്താ മാറ്റി കൊടുക്കാം? അവിടെ ഡെക്രാപ്പിറ്റ് ഓൾഡ് മാൻ ഹു ലീവ്ഡ് ഇൻ ഹാർമണി വിത്ത് നേച്ചർ എന്ന് മാറ്റി കൊടുക്കാമേ. അപ്പോൾ ക്ഷീണിച്ച ഒരു ഓൾഡ് മാൻ ഉണ്ടായിരുന്നു ആ ഒരു ഗ്രാമത്തിൽ. അദ്ദേഹം പക്ഷേ പ്രകൃതിയുമൊക്കെ ആയിട്ട് വളരെ സ്നേഹത്തിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ഹിസ് സിമ്പിൾ വേ ഓഫ് ലൈഫ് was often considered strange by the villagers. പക്ഷെ അയാൾ വളരെ ലളിതമായ ഒരു ജീവിതമായിരുന്നു നയിച്ചിരുന്നത്. അത് കണ്ടിട്ട് വില്ലേജേഴ്സിനൊക്കെ തന്നെ ഒരു അത്ഭുതമായിരുന്നു. ആൻഡ് ഹി വാസ് ഫ്രീക്വൻലി മോക്ക്ഡ് ബൈ ദം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആളുകൾ എപ്പോഴും കളിയാക്കിക്കൊണ്ടേ ഇരുന്നിരുന്നു. വൺ ഡേ, ഒരു ദിവസം, എ സ്ട്രോങ് സ്റ്റോം സ്വെപ്റ്റ് ദ വില്ലേജ്. അതിശക്തമായൊരു കൊടുങ്കാറ്റ് ആ വില്ലേജിൽ ആഞ്ഞടിച്ചു. അതാ സ്ട്രോങ് സ്റ്റോം എന്ന വാക്ക് നമ്മൾ മാറ്റി കൊടുക്കണം. സ്ട്രോങ് സ്റ്റോം എന്നർത്ഥം വരുന്ന വാക്ക് ഏതാ? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഹോപ്പ് ഇസ് എ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച വാക്കാണ് ഗെയിൽ ആണ് അല്ലേ. ഗെയിൽ സ്വെപ്റ്റ് ത്രൂ ദ വില്ലേജ്. ഗെയിൽ എന്ന് പറഞ്ഞാലും കൊടുങ്കാറ്റ് എന്നാണ് അർത്ഥം. ടിയറിംഗ് ഓഫ് ദ റൂഫ്സ് ഓഫ് ദ ഹൗസസ് ആൻഡ് അപ്രൂട്ടിംഗ് ട്രീസ്. വീടുകളുടെ മേൽക്കൂരകളൊക്കെ അത് പറത്തിക്കൊണ്ടുപോയി. കൂടാതെയോ മരങ്ങളൊക്കെ പിഴുതെറിഞ്ഞു. വെൻ മോസ്റ്റ് പീപ്പിൾ റിമെയിൻഡ് ഐഡിൽ. ഐഡിൽ എന്ന് പറഞ്ഞാൽ എന്താ? ലേസി അല്ലേ, മടിയരായിട്ടിരുന്നു അധികം ആളുകളും. അപ്പോൾ ഐഡിൽ എന്നുള്ള വാക്ക് നമ്മൾ മാറ്റി കൊടുക്കണം. അതേ അർത്ഥം വരുന്ന വാക്കാണ് ആ ബോക്സിലുള്ള ഇൻഡോളന്റ് എന്ന് പറയുന്ന വാക്ക്. ഇൻഡോളന്റ് എന്ന് പറഞ്ഞാലും ലേസി എന്ന് തന്നെയാണ്. അപ്പോൾ അധികം ആളുകളും വെൻ മോസ്റ്റ് പീപ്പിൾ റിമെയിൻഡ് ഇൻഡോളന്റ് അൺവില്ലിംഗ് ടു ടേക്ക് എനി ആക്ഷൻ. ഒരു ആക്ഷൻ എടുക്കാൻ മടിച്ചിരുന്നു അധികം ആളുകളും. ദ ഓൾഡ് മാൻ സ്റ്റെപ്ഡ് ഫോർവേഡ് ടു ഹെൽപ്പ് ദോസ് ഇൻ നീഡ്. പക്ഷെ ആ ഓൾഡ് മാൻ എന്ത് ചെയ്തു? എത്രയും വേഗം മുന്നോട്ട് വന്നു ആവശ്യമുള്ള ആളുകളെ സഹായിക്കാനായിട്ട്. അമിഡ് ദ കെയോസ്. അമിഡ് എന്ന് പറഞ്ഞാൽ ഇടയിൽ. കെയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? കൺഫ്യൂഷൻ, ഒരു ഓർഡർ ഇല്ലായ്ക. കെയോസിന് അതേ അർത്ഥം വരുന്ന വാക്കാണ് കൊമോഷൻ. കൊമോഷൻ എന്ന് പറഞ്ഞാലും ഡിസോർഡർ അല്ലെ, ഒരു ഓർഡർ ഇല്ലാത്ത കൺഫ്യൂഷൻ നിറഞ്ഞ ഒരു സമയം എന്നാണ് അർത്ഥം. അമിഡ് എന്ന് പറഞ്ഞാൽ ഇടയിൽ. അമിഡ് ദ കൊമോഷൻ എന്നാക്കി നമ്മളിപ്പോൾ മാറ്റി. ഈ ഒരു കൺഫ്യൂഷന്റെ ഇടയിൽ ഹി റഷ് ടു ഹെൽപ്പ് എ ഫാമിലി ട്രാപ്ഡ് ഇൻസൈഡ് ദെയർ കൊളാപ്സിംഗ് ഹോം. തകർന്നു വീഴുന്ന വീടിനുള്ളിൽ അകപ്പെട്ടു പോയ ഒരു കുടുംബത്തെ രക്ഷിക്കാനായിട്ട് അദ്ദേഹം വേഗം മുന്നോട്ട് വന്നു. When the storm ended, കൊടുങ്കാറ്റൊക്കെ അവസാനിച്ചപ്പോൾ the grateful family offered to repay the old man. നന്ദിയുള്ള ആ ഒരു കുടുംബം അദ്ദേഹത്തിന് തിരിച്ചെന്തെങ്കിലും നൽകാനായിട്ട് ഓഫർ ചെയ്തു. ബട്ട് ഹി ഡിക്ലൈൻഡ് ദെയർ ഓഫർ. എന്നാൽ അദ്ദേഹം ആ ഓഫർ വേണ്ടെന്ന് വെച്ചു. ഡിക്ലൈൻ എന്ന് പറഞ്ഞാൽ എന്താ? നിരസിക്കുക, വേണ്ട എന്ന് വെക്കുക. അപ്പോൾ ഏത് വാക്കാണ് നമ്മൾ എടുക്കേണ്ടത്? റെഫ്യൂസ്ഡ് അല്ലേ, എന്ന് വെച്ചാലും നിരസിക്കുക തന്നെ. സെയിങ് കമ്പാഷൻ സീക്സ് നോ റിവാർഡ്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കരുണയ്ക്ക്, ദയയ്ക്ക് ഒരിക്കലും റിവാർഡിന്റെ ആവശ്യമൊന്നുമില്ല, പ്രതിഫലത്തിന്റെ ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇൻസ്പയർഡ് ബൈ ഹിസ് കറേജ് ആൻഡ് സെൽഫ്ലെസ്നെസ് വില്ലേജസ് യുണൈറ്റഡ് ടു റീബിൽഡ് ദെയർ ഹോംസ്. അദ്ദേഹത്തിന്റെ ഈ ഒരു ധൈര്യവും പ്രതിഫലമൊന്നും ആഗ്രഹിക്കാതെയുള്ള ഈ പ്രവൃത്തികളും ഒക്കെ കണ്ടിട്ട് വില്ലേജസ് ആകെ ഇൻസ്പയർഡ് ആയി. അവരെല്ലാവരും കൂടി അവരുടെ വീടുകൾ നിർമ്മിക്കാനായിട്ട് ഒന്നിച്ച് ചേർന്നു. ഈവൻ ഇൻ ദ ഡാർക്കസ്റ്റ് മൊമെന്റ്സ് കൈൻഡ്നസ് ആൻഡ് എംപതി ക്യാൻ ലീഡ് us ഫോർവേഡ്. എത്ര ഇരുട്ട് നിറഞ്ഞ നിമിഷത്തിലും ദയയും എംപതിയും ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്ന് ഈ ഒരു സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നു. ഇനി ലെറ്റ്സ് അനലൈസിലേക്ക് പോകാം. ആക്ടിവിറ്റി 1, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം ഐ എം മലാല ആൻഡ് നോട്ട് ദ ഹൈലൈറ്റഡ് വേർഡ്സ്. നമുക്ക് സെൻറ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, അതിൽ ചില വാക്കുകൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. എന്താന്ന് നോക്കിയാലോ. മൈ മൈൻഡ് ട്രാൻസ്പോർട്ട്സ് മീ ബാക്ക് ടു മൈ സ്കൂൾ ആൻഡ് ദെയർ ഐ എം റീയുണൈറ്റഡ് വിത്ത് മൈ ഫ്രണ്ട്സ് ആൻഡ് ടീച്ചേഴ്സ്. ഇവിടെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന രണ്ട് വേർഡ്സ് ഏതൊക്കെയാ? ടൂവും വിത്തും അല്ലേ. വിച്ച് വേർഡ് ഇൻ ദ സെൻറ്റൻസ് എബവ് ഇൻഡിക്കേറ്റ്സ് ഡയറക്ഷൻ. ഇവിടെ ഏത് വാക്കാണ് ദിശയെ കാണിക്കുന്നത്? ടു ആണ് അല്ലേ. അങ്ങോട്ടേക്ക്, സ്കൂളിലേക്ക് എന്ന് പറയുന്നു. ക്യാൻ യു പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് ഡിനോട്ട്സ് അസോസിയേഷൻ ഓർ കമ്പാനിയൻഷിപ്പ്. ഒപ്പം ചേരുക അല്ലെങ്കിൽ കൂടിച്ചേരുക എന്നൊക്കെ ഉദ്ദേശിക്കാൻ നമ്മളിവിടെ ഏത് വാക്കാ കൊടുക്കുക? വിത്ത് ആണല്ലേ. വേർഡ്സ് ദാറ്റ് ആർ യൂസ്ഡ് ബിഫോർ എ നൗൺ ഓർ എ പ്രോനൗൺ കണക്റ്റിംഗ് ഇറ്റ് ടു അനദർ വേർഡ് ആർ പ്രിപ്പോസിഷൻസ്. ഇപ്പോൾ പ്രിപ്പോസിഷൻ എന്നാൽ എന്താണ്? വാക്കുകളാണ്. അവ നൗണിന് മുന്നെയോ പ്രോനൗണിന് മുന്നെയോ നമ്മൾ ഉപയോഗിക്കും. അത് വാക്കുകളെ തമ്മിൽ തമ്മിൽ കണക്ട് ചെയ്യും. സെക്ഷൻ ബിയിലേക്ക് പോകാം. നോട്ട് ദ പൊസിഷൻ ഓഫ് ദ ക്യാറ്റ് ഇൻ ഈച്ച് പിക്ചർ ആൻഡ് fill in the blanks choosing the appropriate prepositions from the box given below. One has been done for you. ഇവിടെ ഒരു പൂച്ചക്കുട്ടിയെ കാണാം. അത് അതിൻ്റെ പൊസിഷൻ, സ്ഥാനം മാറ്റിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് എഴുതിയാലോ. ആദ്യത്തേത് ബിസൈഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു സാധനത്തിന് അടുത്താണ് ഇരിക്കുന്നതെങ്കിൽ ബിസൈഡ് എന്ന് കൊടുക്കാം. രണ്ടാമത്തേതോ രണ്ട് ബോക്സിന് നടുക്കാണുള്ളത് അല്ലേ, അപ്പോൾ നമുക്ക് ബിറ്റ്വീൻ എന്നെഴുതാം. മൂന്നോ ഉള്ളിലല്ലേ ഉള്ളത്, അപ്പോൾ ഇൻ എന്നെഴുതാം. നാലാമത്തേതോ ഇൻ ഫ്രണ്ട് ഓഫ്, മുന്നിലാണുള്ളത് അല്ലേ. അടുത്തതോ നിയർ എന്നെഴുതാം. തൊട്ടടുത്തല്ല എന്നാൽ അടുത്താണ്. അടുത്തതോ അണ്ടർ, താഴെ. മറ്റേതോ ഓൺ, മുകളിൽ. അവസാനത്തേത്
ഓവർ മുകളിലൂടെ. നമുക്കിവിടെ ഓൾറെഡി തന്നിട്ടുണ്ടായിരുന്നു ബോക്സിൽ, അത് നമ്മൾ എടുത്തെഴുതുകയാണ് ചെയ്തത്. നൗ ഷാൽ വി പിക്ക് ഔട്ട് ദ പ്രിപ്പോസിഷൻസ് ഇൻ ദ പ്രൊഫൈൽ ബിലോ. ഇവിടെ ഒരു പ്രൊഫൈൽ കൊടുത്തിട്ടുണ്ട്. ഒരാളെ കുറിച്ച് നമ്മൾ എഴുതുന്ന കാര്യങ്ങളാണ് പ്രൊഫൈലിൽ ഉൾപ്പെടുത്തുക അല്ലേ. അപ്പോൾ ഇവിടെ രബീന്ദ്രനാഥിന്റെ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്നും പ്രിപ്പോസിഷൻസ് കണ്ടെത്താനാണ് പറയുന്നത്. രബീന്ദ്രനാഥ് ടാഗോർ വാസ് എ ഫേമസ് ഇന്ത്യൻ പോയറ്റ്, പ്ലേറൈറ്റ്, പെയിന്റർ ആൻഡ് എ സോഷ്യൽ റിഫോമർ. ഹി വാസ് ബോൺ ഓൺ 7 May 1861 ഇൻ കൊൽക്കത്ത. അപ്പോൾ നമുക്കിവിടെ 2 പ്രിപ്പോസിഷൻ കിട്ടിയിട്ടുണ്ട്. ഒന്ന് ഓൺ അല്ലേ, ഓൺ 7th May, അത് ഡേറ്റ് കാണിക്കുന്നു, സമയം കാണിക്കുന്നു. ഇൻ കൊൽക്കത്ത. ഹി വൺ ദ നോബൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ. ഫോറും പ്രിപ്പോസിഷൻ ആണ്. ഇൻ 1913, വീണ്ടും ഇന്നും പ്രിപ്പോസിഷൻ ആണ്. ടാഗോർ വർക്ക്ഡ് ഹാർഡ് ഫോർ പീസ് ആൻഡ് എഡ്യൂക്കേഷൻ, വീണ്ടും 4 വന്നിട്ടുണ്ട്. ആൻഡ് ഫോർ ദി ഫ്രീഡം ഓഫ് ദി നേഷൻ, ഫോറുമുണ്ട് ഓഫുമുണ്ട്. ഹി ഫൗണ്ടഡ് എ സ്കൂൾ ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ദാറ്റ് ചിൽഡ്രൻ ഷുഡ് ലേൺ ഫ്രീലി ഇൻ നേച്ചർ. അഗെയിൻ അവിടെ ഓൺ ഉണ്ട്, അത് പ്രിപ്പോസിഷൻ ആണ്. ഹി പാസ്ഡ് അവേ ഓൺ 7th August 1941, വീണ്ടും ഓൺ അറ്റ് ദ ഏജ് ഓഫ് 80. അറ്റും അവിടെ പ്രിപ്പോസിഷൻ ആണ്. സെക്ഷൻ ഡിയിലേക്ക് പോകാം. 3 jars containing preposition printed on paper strips are pictured below. Fill in the blank strips choosing the appropriate phrases from the box. ഇവിടെ നമുക്ക് 3 ഭരണികൾ കാണാം. ജാറ്, ആദ്യത്തേതിൽ പ്രിപ്പോസിഷൻ ഓഫ് ടൈം ആണ്, രണ്ടാമത്തേതിലോ പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്, മൂന്നാമത്തേത് പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ. ആദ്യത്തേതിൽ സമയം കാണിക്കാൻ ഉപയോഗിക്കുന്നു, രണ്ടാമത്തേതിൽ സ്ഥലം കാണിക്കാൻ ഉപയോഗിക്കുന്നു, മൂന്നാമത്തേതിൽ ഡയറക്ഷൻ കാണിക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ സ്ഥലവും ഡയറക്ഷനും സെയിം ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. സ്ഥലം പറയുന്നത് പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് എന്ന് പറഞ്ഞാൽ എന്താ, അനങ്ങാതെ നിൽക്കുന്നവയെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. പക്ഷെ പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷനിൽ അനങ്ങിക്കൊണ്ടിരിക്കുന്നതായിട്ടായിരിക്കും ആ ഫ്രേസ് ഉണ്ടാവുക. നമുക്ക് നോക്കാം. ആദ്യത്തേത് ബിഫോർ ദ മീറ്റിംഗ്, മീറ്റിങ്ങിന് മുൻപ്. അവിടെ എന്താ കാണിക്കുന്നത്, സമയമാണ് അല്ലേ, അപ്പോൾ അത് പ്രിപ്പോസിഷൻ ഓഫ് ടൈം ആണ്. ബിഹൈൻഡ് ദ ഡോർ, അതൊരു സ്ഥാനമാണ് കാണിക്കുന്നത്, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്. ടു ദ സ്കൂൾ, സ്കൂളിലേക്ക്, അത് പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ ആണ്, ദിശയെ കാണിക്കുന്നു. ഇൻ ഫ്രണ്ട് ഓഫ് ദ ബിൽഡിംഗ്, ബിൽഡിങ്ങിന് മുൻപിൽ, അപ്പോൾ അത് പ്ലേസ് ആണ്, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ്. ഫ്രം ദ ലൈബ്രറി, ലൈബ്രറിയിൽ നിന്നും, അത് ദിശ കാണിക്കുന്നു, പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ. ഫോർ 5 hours, സമയമാണ്, പ്രിപ്പോസിഷൻ ഓഫ് ടൈം. ബൈ 6 PM, അതും സമയമാണ്, പ്രിപ്പോസിഷൻ ഓഫ് ടൈം. ബിറ്റ്വീൻ ദ ട്രീസ്, മരങ്ങളുടെ ഇടയിൽ, പ്രിപ്പോസിഷൻ ഓഫ് പ്ലേസ് ആണ്. അവസാനത്തേത് അക്രോസ് ദ സ്ട്രീറ്റ്, അത് പ്രിപ്പോസിഷൻ ഓഫ് ഡയറക്ഷൻ ആണ്, തെരുവുകളിലൂടെ. Read the passage below and fill in the blanks using appropriate preposition, choosing from those in the box below. അപ്പോൾ നമുക്ക് ഈ ഒരു പാസേജ് വായിച്ചു നോക്കാം. എന്നിട്ട് എവിടെയാണോ കറക്റ്റായ പ്രിപ്പോസിഷൻ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെയൊക്കെ കറക്റ്റ് ഇട്ട് കൊടുക്കാം. വിപിൻ ഈസ് എ ബുക്ക് ലവർ, ഇൻസ്പയർഡ് ബൈ എ ബുക്ക്. ഒരു ബുക്കിനാൽ ഇൻസ്പയർഡ് ആയി അല്ലേ. ഹി റീഡ്, ഹി ഡിസൈഡഡ് ടു അഡോപ്റ്റ് എ ബെറ്റർ റൂട്ടീൻ. എവറി മോർണിംഗ് ഹി വെന്റ് ടു ദ പാർക്ക് ലുക്കിംഗ് ഫോർ ഇൻസ്പിറേഷൻ, ഇൻസ്പിറേഷന് വേണ്ടി. ഫ്രം ദ പീസ്ഫുൾ സറൗണ്ടിങ്സ്, പീസ്ഫുൾ സറൗണ്ടിങ്സിൽ നിന്നും. ഹി എൻജോയ്ഡ് റീഡിംഗ് ഇൻ ദ ഷെയ്ഡ് ഓഫ് ടോൾ ഗ്രീൻ ട്രീസ്. തിങ്കിങ് അബൌട്ട് സ്റ്റോറീസ്, എന്തിനെക്കുറിച്ച് ചിന്തിക്കുന്നു, കഥകളെക്കുറിച്ച്. ഓഫ് പീപ്പിൾ ഹു ഹാഡ് സക്സീഡഡ് ഇൻ ഓവർകമ്മിങ് ഗ്രേറ്റ് ഡിഫിക്കൽട്ടീസ്, വലിയ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്ത ആളുകളുടെ വിജയത്തെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട്. They knew they had to be committed to their goals, focusing only on what they wanted to achieve. എന്തിലാണ് അവർ ഫോക്കസ് ചെയ്യേണ്ടത്, എന്താണോ നേടേണ്ടത് അതിൽ. വിപിൻ ടു ഡിസൈഡ് ടു സ്റ്റേ ഫോക്കസ്ഡ്, വിപിനും തീരുമാനിച്ചു നല്ല ഫോക്കസോടെ തന്നെ നിലനിൽക്കണമെന്ന്. ആൻഡ് റിസോൾവ് നെവർ ടു ഗെറ്റ് ഡിസ്ട്രാക്റ്റഡ് ഓർ ടു ഗിവ് അപ്പ് ഹിസ് ഗോൾ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു, വെറുതെ ശ്രദ്ധ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് എന്നും ഒരിക്കലും അവരുടെ ലക്ഷ്യങ്ങൾ വിട്ട് കളയില്ല എന്നും. ഇനി നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക് പോകാം. സെക്ഷൻ എ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് നോട്ട് ദി ഹൈലൈറ്റഡ് വേർഡ്സ്. അവിടെ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസുകൾ വായിക്കാം, എന്നിട്ട് അതിൽ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന വേർഡ്സ് ഒന്ന് ശ്രദ്ധിക്കാം. ജെറോം വെന്റ് ടു ദ ഡോക്ടേഴ്സ് ക്ലിനിക്, വെന്റ് ആണ് അവിടെ. ദ ഡോക്ടർ എക്സാമിൻഡ് ഹിം, എക്സാമിൻഡ് ആണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ദ ഡോക്ടർ ഗേവ് ഹിം എ മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ, ഗേവ് ആണ് കൊടുത്തിരിക്കുന്നത്. വാട്ട് ഈസ് ദ ഫങ്ഷൻ ഓഫ് ദ ഹൈലൈറ്റഡ് വേർഡ്സ് ഇൻ ദീസ് സെൻറ്റൻസസ്? ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഈ വാക്കുകൾ എന്തിനാ ഉപയോഗിച്ചിരിക്കുന്നത്, അവിടെ പ്രവൃത്തി കാണിക്കാനാണല്ലേ ആ വാക്കുകൾ ഉപയോഗിച്ചിരിക്കുന്നത്. വെന്റ് പോയി, എക്സാമിൻഡ് പരിശോധിച്ചു, ഗേവ് കൊടുത്തു, അവിടെ ഒരു പ്രവൃത്തിയല്ലേ കാണിക്കുന്നത്. What do these words denote? The verbs in these sentences denote an action done or experienced by a person or thing. അപ്പോൾ ഇത്തരം വാക്കുകളെയാണ് നമ്മൾ verbs എന്ന് പറയുക. verb എന്ന് പറഞ്ഞാൽ എന്താ, അതൊരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നു. അല്ലെങ്കിൽ ഒരാൾക്കുണ്ടായ അല്ലെങ്കിൽ ഒരു വസ്തുവിനുണ്ടായ എക്സ്പീരിയൻസും കാണിക്കാൻ നമുക്ക് verb ഉപയോഗിക്കാം. A verb is the key element of a sentence. അപ്പോൾ ഒരു സെൻറ്റൻസിലെ ഏറ്റവും one of the best important ആയ ഒരു പാർട്ട് തന്നെയാണ് verb അല്ലേ, പ്രവൃത്തി. Now look at the following sentence. നമുക്ക് നോക്കാം. The doctor was his old friend.
ഇവിടെ നമുക്ക് വാസ് ആണ് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഹി ഹാഡ് ഓൾ ദ ഡിസീസസ് മെൻഷൻഡ് ഇൻ ദ മെഡിക്കൽ ജേർണൽ. ഡു ദ വെർബ്സ് വാസ് ആൻഡ് ഹാഡ് ഡിനോട്ട് ആക്ഷൻസ് ഹിയർ? ഇവിടെ വാസും ഹാഡും വെർബാണ് കേട്ടോ. എന്ന് വെച്ചാൽ വാസും ഹാഡും എന്തെങ്കിലും പ്രവൃത്തിയെ സൂചിപ്പിക്കുന്നുണ്ടോ? The verbs in this sentence tell us what a person or thing does, is or has. എന്നാൽ ഇവിടെ ഈ വെർബ് എന്തിനാണ് ഉപയോഗിച്ചിരിക്കുന്നത്? ഒരു വ്യക്തി ആരാണ്, എന്താണ്, അല്ലെങ്കിൽ അവർക്കുണ്ടായ ഒരു അനുഭവം. They denote states of being or existence and possession. State of being or existence എന്ന് പറഞ്ഞാൽ എന്താ? അവർ ആരായിരിക്കുന്നു. ഇവിടെ ആരാ? The doctor was his old friend. ഡോക്ടർ അദ്ദേഹത്തിൻ്റെ പഴയൊരു സുഹൃത്തായിരുന്നു. ഓക്കെ, അപ്പോൾ അവരാരാണ് എന്ന് കാണിക്കാൻ നമുക്ക് വെർബ് ഉപയോഗിക്കാം. He is my friend. He was my friend. He is my neighbor. അവൻ എൻ്റെ അയൽവാസിയാണ്. അവിടെ ഈസ് എന്ന് പറയുന്നത് വെർബാണ്. ആൻഡ് പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളൊരു കാര്യം കയ്യിൽ വെക്കുക, നമുക്കുള്ള ഒരു കാര്യം. ഇവിടെ പറയുന്നു ഹി ഹാഡ് ഓൾ ദ ഡിസീസസ്. അവൻ എല്ലാത്തരം അസുഖങ്ങളും ഉണ്ടായിരുന്നു. പൊസഷനാണ്, അവനുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെയുള്ള സമയത്തും നമുക്ക് എന്തുപയോഗിക്കാം? വെർബുകൾ ഉപയോഗിക്കാം. അപ്പോൾ പ്രവൃത്തി സൂചിപ്പിക്കാൻ മാത്രമല്ല വെർബ് ഉപയോഗിക്കുന്നത് എന്നുകൂടി ഓർക്കണം. Section C, read the given passage, identify the verbs and place them in appropriate columns in the table given below. ഇതുകൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ ക്ലിയർ ആവും കേട്ടോ. ഈ ഒരു പാസേജ് വായിച്ചതിന് ശേഷം വെർബുകൾ കണ്ടെത്തണം. എന്നിട്ടോ ആക്ഷൻ, പ്രവൃത്തി സൂചിപ്പിക്കുന്ന വെർബ് ആക്ഷൻ്റെ കോളത്തിൽ എഴുതണം. സ്റ്റേറ്റ് ഓഫ് ബീയിങ്, അവസ്ഥയെ സൂചിപ്പിക്കുന്ന വാക്കുകൾ, വെർബുകൾ രണ്ടാമത്തെ കോളത്തിൽ എഴുതണം. പൊസഷൻ, ഒരു കാര്യമുണ്ട്, തനിക്കതുണ്ട് എന്ന്, അല്ലേ? ഹാസ്, ഹാഡ് ഒക്കെ തുടങ്ങിയ വെർബുകൾ എവിടെ എഴുതണം? പൊസഷനിൽ എഴുതണം. അഷിക ഈസ് എൻ ആർട്ടിസ്റ്റ്. അവിടെ തന്നെ ഈസ്, അവൾ ആരാണ് എന്ന് കാണിക്കുന്നു, അല്ലേ? സ്റ്റേറ്റ് ഓഫ് ബീയിങ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസ് അവിടെ കൊടുക്കാം. ആൻഡ് ഷി ലവ്സ് ടു ഡ്രോ. ലവ്സ് പ്രവൃത്തിയാണ്, അപ്പോൾ ലവ്സ് ആക്ഷനിൽ വരുന്ന വെർബാണ്. കൂടാതെ ഡ്രോ, പെയിൻറ്റ് അവ രണ്ടും പ്രവൃത്തി കാണിക്കുന്നവയാണ്, അതുകൊണ്ട് അതും വെർബ്സ് ആണ്. എവ്രി മോർണിംഗ് ഷീ വാക്സ് ടു ഹെർ സ്റ്റുഡിയോ. വാക്സ് അവിടെ പ്രവൃത്തിയാണ്, അപ്പോൾ നമുക്ക് പ്രവൃത്തിയുടെ അവിടെ കൊടുക്കാം. ദ സ്റ്റുഡിയോ ഹാസ് ലാർജ് വിൻഡോസ്. ഹാസ് പൊസഷൻ, സ്റ്റുഡിയോയ്ക്ക് എന്തുണ്ട്? ലാർജ് വിൻഡോസ് ഉണ്ട്. അപ്പോൾ ഹാസ് നമുക്ക് പൊസഷനിൽ കൊടുക്കുന്ന വെർബാക്കാം. ദാറ്റ് അലോ ദ പാസേജ് ഓഫ് നാച്ചുറൽ ലൈറ്റ്. അലോ അവിടെ പ്രവൃത്തിയാണ്, അല്ലേ? അപ്പോൾ ആക്ഷനിൽ കൊടുക്കുന്ന വെർബാക്കാം. അഷിക ഈസ് വെരി പാഷനേറ്റ് അബൌട്ട് കളേഴ്സ്. വീണ്ടും ഈസ്, അത് സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ വരുന്ന വെർബാണ്. ഷീ ഹാഡ് എ വണ്ടർഫുൾ ടീച്ചർ. അഷികയ്ക്ക് ഒരു ടീച്ചർ ഉണ്ട്, അല്ലേ? പൊസഷനാണ് കാണിക്കുന്നത്, അപ്പോൾ ഹാഡ് നമുക്ക് പൊസഷനിൽ കൊടുക്കാം. ഹു ഇൻസ്പയർഡ് ഹെർ ക്രിയേറ്റിവിറ്റി. ഇൻസ്പയർഡും ഒരു വെർബാണ്, പ്രവൃത്തി കാണിക്കുന്നു, ആക്ഷനിൽ കൊടുക്കാം. ഷീ ഹാസ് മെനി ക്രിയേറ്റീവ് ഐഡിയാസ് ഫോർ ഹെർ വർക്ക്. വീണ്ടും ഹാസ് വരുന്നു. യെസ്റ്റർഡേ ഷീ ക്രിയേറ്റഡ് എ ബ്യൂട്ടിഫുൾ കൺട്രി സൈഡ് ലാൻഡ്സ്കേപ്പ്. ക്രിയേറ്റഡ് ആക്ഷൻ വെർബാണ്. ഷീ ഈസ് പ്രൗഡ് ഓഫ് ഹൗ ഇറ്റ് ടേൺഡ് ഔട്ട്. ഈസ്, അത് വീണ്ടും സ്റ്റേറ്റ് ഓഫ് ബീയിങ്ങിൽ വരുന്ന വെർബായി. അങ്ങനെ നമ്മൾ ആ ബോക്സ് കംപ്ലീറ്റ് ചെയ്തു. ഇപ്പോൾ കാര്യങ്ങൾ വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. സെക്ഷൻ ഡി, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് നോട്ട് ദ ഹൈലൈറ്റഡ് വേർഡ്സ്. നമുക്ക് വായിക്കാം. ദേ ഹാവ് കംപ്ലീറ്റഡ് ദെയർ ഹോംവർക്ക്. അവിടെ വെർബ് ഏതാ? നമ്മുടെ മെയിൻ വെർബ് ഏതാ? കംപ്ലീറ്റഡ്, അതല്ലേ പ്രവൃത്തി കാണിക്കുന്നത്. ഓക്കെ, പക്ഷെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് ഹാവ് ആണ്. രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. ഐ ആം റീഡിങ് ആൻ ഇൻട്രസ്റ്റിംഗ് ബുക്ക് നൗ. ഏതാ പ്രവൃത്തി കാണിക്കുന്ന വാക്ക്? റീഡിംഗ് ആണല്ലേ? അപ്പോൾ റീഡിംഗ് ആണ് മെയിൻ വെർബ്, പക്ഷെ ആം ആണ് അവിടെ ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. തേർഡ് സെൻറ്റൻസ്, ആൻ എക്സ്പേർട്ട് ടീം വിൽ വിസിറ്റ് അവർ സ്കൂൾ നെക്സ്റ്റ് വീക്ക്. ഏതാ പ്രവൃത്തിയുള്ള വെർബ്? വിസിറ്റ് ആണ്. വിസിറ്റ് ആണ് മെയിൻ വെർബ്, പക്ഷെ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നതോ വിൽ. വാട്ട് പർപ്പസ് ഡു ദ വേർഡ്സ് ഹാവ്, ആം, വിൽ സെർവ് ഇൻ ദിസ് സെൻറ്റൻസ്? എന്തിനാണ് ഇവ ഈ സെൻറ്റൻസിൽ ഉപയോഗിച്ചിരിക്കുന്നത്? ഡോണ്ട് ദേ സപ്പോർട്ട് ദ മെയിൻ വെർബ്? അപ്പോൾ മെയിൻ വെർബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? യെസ്, അതെ അല്ലേ? തീർച്ചയായും ഇവ മെയിൻ വെർബിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദീസ് വേർഡ്സ് ആർ ഓക്സിലറി വെർബ്സ് ഓർ ഹെൽപ്പിംഗ് വെർബ്സ്. ഇത്തരം വെർബുകളെയാണ് നമ്മൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത്. ഓക്സിലറി വെർബ്സ് വർക്ക് ടുഗെദർ വിത്ത് മെയിൻ വെർബ്സ്. ഇത്തരം ഓക്സിലറി വെർബുകളെ നമുക്ക് ആരുടെ കാണാൻ പറ്റുന്നത്? മെയിൻ വെർബിൻ്റെ കൂടെ. ടു പെർഫോം വേരിയസ് ഗ്രമാറ്റിക്കൽ ഫങ്ഷൻസ് ആൻഡ് ടു കൺവേ ഷെയ്ഡ്സ് ഓഫ് മീനിങ്. ഗ്രാമർ കറക്റ്റ് ആക്കാനും കൂടാതെ മീനിങ്സ് കുറച്ചുകൂടി വ്യക്തമാക്കാനും ഈ ഓക്സിലറി വെർബ്സ് ഉപയോഗിക്കാം. ദ പാസേജ് ഗിവൺ ബിലോ ഹാസ് സം എറേഴ്സ് ഇൻ ഇറ്റ്. ലെറ്റ്സ് എഡിറ്റ് ദം. ഇവിടെ ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. ആ എറർ, മിസ്റ്റേക്സ് ഒക്കെ മാറ്റിയിട്ട് നമുക്ക് കറക്റ്റാക്കി എഴുതാം. നതാഷ ഈസ് എ സക്സസ്ഫുൾ ആർക്കിടെക്റ്റ്. നതാഷ ഒരു സക്സസ്ഫുൾ ആയ ആർക്കിടെക്റ്റ് ആണ്, അതിൽ മിസ്റ്റേക്സ് ഒന്നുമില്ല, അല്ലേ? ഷീ വർക്ക് അറ്റ് എ ലീഡിങ് കമ്പനി. ഷീ വരുമ്പോൾ നമ്മൾ വർക്ക്സ് എന്നാണ് കൊടുക്കേണ്ടത്, അല്ലേ? ഹീ വന്നാലും ഷീ വന്നാലും ഇറ്റ് വന്നാലും നമ്മൾ വർക്ക്സ് എന്നാണ് കൊടുക്കേണ്ടത്. തേർഡ് പേഴ്സൺ സിംഗുലർ ആണ് അവ.
അപ്പോൾ ഷീ വർക്ക്സ് അറ്റ് എ ലീഡിംഗ് കമ്പനി. ഷീ ഹാസ് ബീൻ വർക്ക്ഡ് അറ്റ് ദ സെയിം കമ്പനി ഫോർ ദ പാസ്റ്റ് 5 years. ഷീ ഹാസ് ബീൻ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വർക്ക്ഡ് വരൂല അല്ലേ. ഷീ ഹാസ് ബീൻ വർക്കിംഗ് at the same company for the past 5 years. Over the years, she have led several projects വരുമോ? ഇല്ല. ഷീയുടെ കൂടെ ഒരിക്കലും ഹാവ് വരില്ല അല്ലേ. ഐ ഹാവ്, ദേ ഹാവ്, വി ഹാവ്, യു ഹാവ്. എന്നാൽ ഷീ, ഹി, ഇറ്റ് വരുമ്പോൾ നമ്മൾ ഹാസ് ആണ് ചേർക്കണ്ടേ. ഷീ ഹാസ് ലെഡ് സെവറൽ പ്രോജക്ട്സ്. നെക്സ്റ്റ് വീക്ക് ഷീ വിൽ പ്രസൻറ്റഡ് എ ന്യൂ പ്രോജക്ട് പ്രപ്പോസൽ ആണോ? അല്ല, അടുത്ത ആഴ്ച സംഭവിക്കാൻ പോകുന്ന കാര്യമാണ് അല്ലേ. പക്ഷെ പ്രസൻറ്റഡ് എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി പാസ്റ്റ് ടെൻസിലാണ് ഉള്ളത്. അല്ല, നമുക്ക് ഫ്യൂച്ചർ ടെൻസാണ് വേണ്ടേ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നെക്സ്റ്റ് വീക്ക് ഷീ വിൽ പ്രസൻറ്റ് എ ന്യൂ പ്രോജക്ട് പ്രപ്പോസൽ. നതാഷ ഹാവ് ഫുൾ കോൺഫിഡൻസ് ഇൻ ഹർ പ്രപ്പോസൽ എന്ന് വരുമോ? ഇല്ല. നതാഷ അവിടെ ഷീ ആണല്ലേ. ഷീയുടെ കൂടെ ഹാവ് വരുമോ? ഇല്ല. ഷീ ഹാസ് ഫുൾ കോൺഫിഡൻസ്, അഥവാ നതാഷ ഹാസ് ഫുൾ കോൺഫിഡൻസ് ഇൻ ഹർ പ്രപ്പോസൽ. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 3യിലേക്ക് പോകാം. റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസ് ഫ്രം എ പ്രിസ്ക്രിപ്ഷൻ ഓഫ് ലൈഫ്. നമുക്ക് വായിക്കാം. ഐ അഗെയിൻ ടേൺഡ് ഓവർ ദ പേജസ്. ഐ വണ്ടർഡ് വാട്ട് എൽസ് ഐ ഹാഡ് ഗോട്ട്. സെയിൻറ്റ് വിറ്റൻസ് ഡാൻസ് ടേൺഡ് അപ്പ്. ലുക്ക് അറ്റ് ദ ഇറ്റാലിസൈസ്ഡ് വേർഡ്സ്. അവിടെ ഇറ്റാലിസൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന ഫ്രേസസ് നോക്കിക്കേ. ഒന്ന് ടേൺഡ് ഓവർ ആണല്ലേ, മറ്റേതോ രണ്ടാമത്തെ സെൻറ്റൻസിലേതോ ടേൺഡ് അപ്പ് ആണ്. The word turned is a verb which may be used in different senses. Turned എന്ന് പറയുന്നത് ഒരു വെർബാണ്, പ്രവൃത്തി കാണിക്കുന്നതാണ് അല്ലേ. തിരിയുക എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. വേർഡ്സ് ലൈക്ക് over and up used with verbs like turn are particles. ഇവിടെ over മുകളിൽ കൂടി, up മുകളിൽ എന്നൊക്കെയുള്ള വാക്കുകൾ സത്യത്തിൽ ഏതാ? പ്രിപ്പോസിഷൻ ആണല്ലേ, സ്ഥാനം കാണിക്കുന്നവ. എന്നാൽ ഇവിടെ ടേൺ എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ ഇവ ഉപയോഗിക്കുമ്പോൾ അതിനെ നമ്മൾ പാർട്ടിക്കിൾസ് എന്നാണ് പറയുക. ദീസ് വേർഡ്സ് ചേഞ്ച് ദ സെൻസ് ഓഫ് ദ വെർബ്. ഇത്തരം വാക്കുകൾ ഈ ടേൺ എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ വരുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? കംപ്ലീറ്റ് ആയിട്ട് ഇതിൻ്റെ എല്ലാ അർത്ഥങ്ങൾ മാറും. ടേണിൻ്റെ അർത്ഥവും മാറും, അപ്പിൻ്റെ അർത്ഥവും മാറും, ഓവറിൻ്റെ അർത്ഥവും. സച്ച് എക്സ്പ്രഷൻസ് ആർ ഫ്രേസൽ വെർബ്സ്. അത്തരം എക്സ്പ്രഷൻസിനെയാണ് നമ്മൾ ഫ്രേസൽ വെർബ് എന്ന് പറയാം, വെർബിൻ്റെ കൂടെ പാർട്ടിക്കിൾസും കൂടി ചേരുന്നത്. A phrasal verb is a combination of a verb and particles. ഫ്രേസൽ വെർബിൽ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു വെർബ് ഉണ്ടാവും, അതിൻ്റെ കൂടെ എന്തുണ്ട്? പാർട്ടിക്കിൾസ്. പാർട്ടിക്കിൾസിന് നമുക്ക് പൊതുവെ പ്രിപ്പോസിഷൻസ് ആണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ആഡ്വർബ് ഉപയോഗിക്കും കേട്ടോ. ദാറ്റ് ടുഗെദർ ഹാസ് എ മീനിങ് ഡിഫറെൻറ്റ് ഫ്രം ദ മീനിങ് ഓഫ് ദി ഇൻഡിവിജ്വൽ വേർഡ്സ്. ഇങ്ങനെ വെർബ് പ്ലസ് പ്രിപ്പോസിഷനോ ആഡ്വർബോ ചേർക്കുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ? അതിൻ്റെ എല്ലാം അർത്ഥങ്ങൾ മാറി പുതിയൊരു അർത്ഥമായി മാറും. ഫോർ എക്സാമ്പിൾ, എവിടെ തന്നെ നോക്കിക്കേ. ഗീവ് അപ്പ്, ഗീവ് അപ്പ്. ഗീവ് എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കുക അല്ലേ. ഗീവ് അപ്പ് ഒരു വെർബ് അല്ലേ. അപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? മുകളിൽ, പ്രിപ്പോസിഷൻ, സ്ഥാനം കാണിക്കുന്നു. ഗീവ് അപ്പ് എന്ന് പറഞ്ഞാൽ ക്വിറ്റ് ചെയ്യുക, നിർത്തുക. അങ്ങനെയാണെങ്കിൽ ആ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫ് എന്ന ചാപ്റ്ററിൽ കുറച്ച് ഫ്രേസൽ വേർബ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, മീനിങ്സും കൊടുത്തിട്ടുണ്ട്. പക്ഷെ കറക്റ്റ് മീനിങ് അല്ല, അത് നമ്മൾ മാച്ച് ചെയ്യണം. ഗോ ത്രൂ, എക്സാമിൻ കെയർഫുള്ളി ഓർ ടു റീഡ്. ശ്രദ്ധയോടെ വായിക്കുക എന്നാണ് അതിനർത്ഥം, അല്ലെങ്കിൽ ശ്രദ്ധയോടെ പരിശോധിക്കുക. ടേൺ അപ്പ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടേൺ എന്ന് പറഞ്ഞാൽ തിരിയുക, അപ്പ് എന്ന് പറഞ്ഞാൽ മുകളിൽ. എന്നാൽ അത് രണ്ടും കൂടി ചേർന്നപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ അർത്ഥമല്ല നമുക്ക് വരുന്നത്. എന്താണ്? ടു അപ്പിയർ ഓർ അറൈവ് അൺഎക്സ്പെക്റ്റഡ്ലി, പ്രതീക്ഷിക്കാതെ വരിക അല്ലെങ്കിൽ പ്രതീക്ഷിക്കാതെ എത്തിച്ചേരുക. ഡോൺ അപ്പോൺ ഓർ ഡോൺ ഓൺ, അതിൻ്റെ മീനിങ് ടു റിയലൈസ്, തിരിച്ചറിയുക. ടേൺ ഓവർ, അതിൻ്റെ മീനിങ് ടു ഫ്ലിപ്പ് ഓവർ, മറിക്കുക. ഗോ ഓൺ എന്ന് പറഞ്ഞാൽ എന്താ? ടു കണ്ടിന്യൂ. നമ്മൾ പറയല്ലേ ഗോ ഓൺ, കണ്ടിന്യൂ. അത് പ്രവൃത്തി എന്താണ് ചെയ്യുന്നത് അത് കണ്ടിന്യൂ ചെയ്യുക, തുടരുക. പാസ് അവേ, ടു ഡൈ, മരിക്കുക എന്നാണ് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ ബിയിലേക്ക് പോകാം. Now replace the highlighted words or phrases in the following paragraph using the appropriate form of phrasal verbs given in the box. ഇവിടെ നമുക്കൊരു പാസേജ് തന്നിട്ടുണ്ട്, അവിടെ കുറച്ച് ഹൈലൈറ്റ് ചെയ്ത വേർഡ്സ് തന്നിട്ടില്ലേ? ആ ഫ്രേസുകൾ അല്ലെങ്കിൽ ആ വേർഡ്സുകൾ മാറ്റി അതേ അർത്ഥം വരുന്ന ഫ്രേസൽ വെർബുകൾ ആ യെല്ലോ ബോക്സിൽ നിന്നും എടുത്തെഴുതാനാണ് നമ്മുടെ ടാസ്ക്. നമുക്ക് ചെയ്താലോ? നെയ്ന ഈസ് എ ഡിസിപ്ലിൻഡ് ഗേൾ ഹു ഈസ് വെരി ഇൻട്രസ്റ്റഡ് ഇൻ ഹർ സ്റ്റഡീസ്. ഷീ റീഡ്സ്, റീഡ്സ് എന്ന് അതേ അർത്ഥം വരുന്നതാണ് ഗോ ത്രൂ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ഗോസ് ത്രൂ ഹർ ടെക്സ്റ്റ് ബുക്ക് ആൻഡ് നോട്ട്സ് ഓൺ എ റെഗുലർ ബേസിസ് റാദർ ദാൻ ജസ്റ്റ് ഫ്ലിപ്പിംഗ് ത്രൂ. ഫ്ലിപ്പിംഗ് ത്രൂവിൻ്റെ സെയിം മീനിങ് തന്നെയാണ് ടേണിംഗ് ഓവർ. Rather than just turning over the pages, she reads with keen attention. She loves to study in the morning. She begins her lessons at about 5:30 a.m. and continues. Continue ചെയ്യുക എന്നുള്ളതിന് സെയിം മീനിങ് ആണ് go on. And goes on studying for about 2 hours. After that, she gets ready for school. At 9, her classmate Meera arrives. വരിക എന്ന അതേ മീനിങ് ആണ് turns up എന്ന ഫ്രേസൽ വെർബിനും. അപ്പോൾ നമുക്ക് എന്തെഴുതാം? മീര turns up
ആൻഡ് ബോത്ത് ഓഫ് ദം ഗോ ടു സ്കൂൾ ചാറ്റിംഗ് ഓൾ ദ വേ. അത്രയേ ഉള്ളൂ സെക്ഷൻ ബി. ഇനി നമുക്ക് ആക്ടിവിറ്റി 4ലേക്ക് പോകാം അല്ലേ. റീഡ് ദ ഫോളോയിങ് പാസേജ് നമുക്ക് വായിക്കാം. ഐഡന്റിഫൈ ദ സബ്ജക്ട് ആൻഡ് വേർബ് ഓഫ് ദ സെന്റൻസ് ആൻഡ് ലിസ്റ്റ് ദം ഇൻ ദ സ്പേസ് പ്രൊവൈഡഡ്. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. നമുക്ക് സബ്ജക്റ്റ് എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ ഒരു സെന്റൻസിൽ പ്രവൃത്തി ആരാണോ ചെയ്യുന്നത് അയാളാണ് സബ്ജക്റ്റ്. അല്ലെങ്കിൽ ഈ പ്രവൃത്തി ആരെക്കുറിച്ചാണോ സംസാരിക്കുന്നത്, മെയിനായ ആൾ ആരാണോ അതായിരിക്കും സബ്ജക്റ്റ്. നമ്മളിത് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഈ സെൻറ്റൻസുകളിൽ നിന്നും സബ്ജക്റ്റ് ഒരു ബോക്സിലേക്ക് എഴുതുക, വെർബ് നമുക്ക് ഓൾറെഡി അറിയാലോ, അത് മറ്റൊരു ബോക്സിലേക്ക് എഴുതുക. ടെന്നി ഈസ് എ യങ് മാൻ ആൻഡ് എന്തൂസിയാസ്റ്റിക് ഹോർട്ടികൾച്ചറിസ്റ്റ്. ഇവിടെ ആരെക്കുറിച്ചാണ് പറയുന്നത്? ടെന്നി. അപ്പോൾ ടെന്നിയാണ് സബ്ജക്റ്റ്. സെക്കൻഡ് ലൈൻ നോക്കാം. ഹീ മെയിൻറ്റെയിൻസ് എ സ്മോൾ ഓർച്ചാർഡ് നിയർ ഹിസ് ഹൗസ്. ആ ഒരു സെൻറ്റൻസിൽ ആരാ പ്രവൃത്തി ചെയ്യുന്നേ? ഹീ. അപ്പോൾ ഹീ ആണ് സബ്ജക്റ്റ്. അവിടെ ചെയ്യുന്ന വെർബ് എന്താ, പ്രവൃത്തി എന്താ? മെയിൻറ്റെയിൻസ്. മെനി വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട് ട്രീസ് ഫ്ലറിഷ് ഇൻ ഹിസ് ഓർച്ചാർഡ്. അവിടെ ആരെക്കുറിച്ച് നമ്മൾ പറയുന്നത്? ആരാ ഫ്ലറിഷ് ആയേ? ആരാണ് നന്നായി വളർന്നത്? മെനി വെറൈറ്റീസ് ഓഫ് ട്രീസ്. അപ്പോൾ സബ്ജക്റ്റ് മെനി വെറൈറ്റീസ് ഓഫ് ട്രീസ് ആണ്. മെനി വെറൈറ്റീസ് ഓഫ് ട്രീസ് എന്ത് ചെയ്തു എന്നാ പറയുന്നത്? ഫ്ലറിഷ്. ഫ്ലറിഷ് എന്ന് പറഞ്ഞാൽ വളരെ നന്നായി പടർന്ന് വളരുക. These include banana, mango, jackfruit, rambutan, guava, mangosteen and several others. ഈ ഒരു സെൻറ്റൻസിലോ എന്താണ് പ്രവൃത്തി കാണിക്കുന്നത്? ഇൻക്ലൂഡ്, ഉൾപ്പെടുക. ആരുൾപ്പെട്ടു? ദീസ്, ഇവയൊക്കെ. അപ്പോൾ ദീസ് ആണ് സബ്ജക്റ്റ്, ഇൻക്ലൂഡ് അഥവാ ഉൾപ്പെടുകയാണ് വെർബ്. ടെന്നീസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ ഹെൽപ്പ് ഹിം മാനേജ് ദി ഓർച്ചാർഡ്. അപ്പോൾ ആരാ ഹെൽപ്പ് ചെയ്തേ? ഹിസ് വൈഫ് ആൻഡ് ചിൽഡ്രൻ. എന്താ ചെയ്തത്? വെർബ് ഹെൽപ്പ് വരും. They believe that plants need love and care along with water and manure to grow and be fruitful. അപ്പോൾ ഇവിടെ എന്താ പ്രവൃത്തി? എന്താ? അവർ വിശ്വസിച്ചു എന്നാണ് പറയുന്നത് അല്ലേ. ബിലീവ് ആണ് പ്രവൃത്തി. അത് ആരാ ചെയ്തേ? ദേ, അവർ. അപ്പോൾ ദേ ആണ് സബ്ജക്റ്റ്. ദ എൻറ്റയർ ഫാമിലി എൻജോയ്സ് വർക്കിംഗ് ടുഗെദർ. ആരാ എൻജോയ് ചെയ്തേ? എൻറ്റയർ ഫാമിലി. അവരെന്താ ചെയ്തേ? എൻജോയ്സ്. അപ്പോൾ ചെയ്തത് പ്രവൃത്തിയും ആരാണോ ചെയ്യുന്നത് അത് സബ്ജക്റ്റും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. A singular subject takes a verb that agrees with the singular form and plural subject takes a verb that agrees with the plural form. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം. സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താ? ഒറ്റൊന്ന് മാത്രമാണെങ്കിൽ. സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ വെർബും പ്ലൂറൽ ആയിരിക്കണം. പ്ലൂറൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒന്നിലധികം. ഇവിടെ നോക്കിക്കേ എക്സാമ്പിൾ. ടെന്നി ഒരാളല്ലേ, സിംഗുലർ അല്ലേ, സബ്ജക്റ്റ് സിംഗുലറാ. അപ്പോൾ വെർബും സിംഗുലർ ആയിരിക്കണം. ഈസ നമ്മൾ എഴുതിയേ, ആർ എഴുതിയായിരുന്നെങ്കിൽ അത് പ്ലൂറൽ വെർബായി. അതുപോലെ ഹീ എന്ന് പറഞ്ഞ ഒരാളല്ലേ, അപ്പോൾ നമ്മൾ വെർബും സിംഗുലർ തന്നെ കൊടുക്കണം. മെയിൻറ്റെയിൻ എന്നാ എഴുതിയിരുന്നെങ്കിൽ അത് പ്ലൂറൽ ആയേനെ. അതുപോലെ മെനി വെറൈറ്റീസ് ഓഫ് ട്രീസ്, ഒന്നിലധികം മരങ്ങളുണ്ട്. അപ്പോൾ സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ? സബ്ജക്റ്റ് പ്ലൂറൽ ആണ്. അപ്പോൾ വെർബും എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. ഫ്ലറിഷ് എന്ന് എഴുതാൻ പറ്റുള്ളൂ, ഫ്ലറിഷസ് എന്ന് എഴുതാൻ പറ്റില്ല. അതുപോലെ അടുത്ത സബ്ജക്റ്റ് നോക്കിയേ, ദീസ് എന്ന് പറയുമ്പോൾ ഒന്നിലധികം ഉണ്ടല്ലേ. ദിസ് ആണെങ്കിൽ സിംഗുലർ ആയിരുന്നു, പക്ഷെ ഇവിടെ ദീസ് ആണ്. അപ്പോൾ നമ്മുടെ വെർബും പ്ലൂറൽ ആയിരിക്കണം. ഇൻക്ലൂഡ് വെർബിൻ്റെ കേസിൽ വരുമ്പോൾ എസ് ചേർക്കുമ്പോഴാണ് അത് സിംഗുലർ ആവുക. എസ് ഇല്ലാത്തപ്പോൾ അത് പ്ലൂറൽ ആണ്. എൻറ്റയർ ഫാമിലി എൻജോയ്സ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഫാമിലി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളില്ലേ, അപ്പോൾ പിന്നെ എൻജോയ് അല്ലേ അവിടെ എഴുതേണ്ടത്, എന്തിനാ എൻജോയ്സ് എഴുതിയത് എന്ന്. പക്ഷെ ഇവിടെ ഫാമിലി എന്ന് പറയുന്ന ഒന്നാ അല്ലേ, ഒരു ഫാമിലി, ഒറ്റൊരു ഫാമിലി അല്ലേ ഉള്ളൂ. 2 ഫാമിലി വരുമ്പോൾ അത് പ്ലൂറലായി. എന്നാൽ ഒരു ഫാമിലി ഉള്ളൂ, അപ്പോൾ അത് സിംഗുലറാണ്. അപ്പോൾ വെർബും സിംഗുലർ തന്നെ കൊടുക്കണം, എൻജോയ്സ്. ഇവിടെ ഇപ്പോൾ 2 ഫാമിലീസ് ആയിരുന്നെങ്കിലോ എൻജോയ് മതി. സെക്ഷൻ ബിയിലേക്ക് പോകാം. റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ദ മോസ്റ്റ് സ്യൂട്ടബിൾ വേർഡ് ചൂസിങ് ഫ്രം ദ ഓപ്ഷൻസ് ഗിവൺ ഇൻ ദ ബ്രാക്കറ്റ്സ്. ഇനി നമ്മൾ ആ പാസേജ് വായിച്ച് അത് ഫില്ല് ചെയ്യാൻ പോവാണ്. 2 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്നും കറക്റ്റ് ആയത് സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ സിംഗുലർ സബ്ജക്റ്റ് ആകുമ്പോൾ സിംഗുലർ വെർബും പ്ലൂറൽ സബ്ജക്റ്റ് ആകുമ്പോൾ പ്ലൂറൽ വെർബും കൊടുക്കണമെന്ന്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിത് ഫില്ല് ചെയ്യേണ്ടത് കേട്ടോ. റോഡ് സേഫ്റ്റി ഷെയർഡ് റെസ്പോൺസിബിലിറ്റി. റോഡ് സേഫ്റ്റി സിംഗുലർ ആണല്ലേ, അപ്പോൾ സിംഗുലർ ആയ വെർബ് തന്നെ കൊടുക്കാം. ഈസ് എ മേജർ കൺസേൺ ഇൻ എ സൊസൈറ്റി. റോഡ് ആക്സിഡൻറ്റ്സ് ഒന്നിലധികം, അപ്പോൾ ആർ ഇൻക്രീസിങ് അറ്റ് ആൻ അലാമിംഗ് റേറ്റ്. ഈച്ച് ഇൻഡിവിജ്വൽ ഒരാളെ കുറിച്ചാണ് പറയുന്നത് അല്ലേ. ഈച്ച് ഇൻഡിവിജ്വൽ പ്ലേസ് എ കീ റോൾ ഇൻ എൻഷുറിംഗ് ദ സേഫ്റ്റി ഓഫ് ദ റോഡ്സ്. ദ ഇൻസ്റ്റാളേഷൻ ഓഫ് ട്രാഫിക് ലൈറ്റ്സ് ആൻഡ് സർവൈലൻസ് ക്യാമറാസ് പ്ലൂറൽ ആണ്. പ്ലൂറൽ വരുമ്പോൾ നമ്മൾ ഹാവ് കൊടുക്കണം. Cameras have helped in improving safety to a great extent.
ദ ടീം ഓഫ് ട്രാഫിക് ഒഫീഷ്യൽസ്. നമ്മളവിടെ ഒഫീഷ്യൽസ് എന്ന് കാണുന്നത് കൊണ്ട് ആർ അഴിക്കുമെന്ന് വിചാരിക്കും അല്ലേ? പക്ഷെ ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? ഒഫീഷ്യൽസ് വർക്ക് ചെയ്യുന്നതാണോ? അല്ല, ദ ടീം ഓഫ്, ടീം വർക്ക് ചെയ്യുന്ന. ടീം എന്ന് പറയുമ്പോൾ എന്താ? ഒരാളുകളുടെ കൂട്ടമാണ് അല്ലേ? അത് ഒരു ടീമായിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ അത് സിംഗുലർ ആയിട്ടാണ് എടുക്കുക. 2 ടീമാകുമ്പോൾ പ്ലൂറലായി, ഒരു ടീമാണെങ്കിൽ സിംഗുലർ ആണ്. അപ്പോൾ ഈസ് വർക്കിംഗ് ടു എൻഫോഴ്സ് ട്രാഫിക് റൂൾസ്. ബട്ട് മെനി എന്ന് പറയുമ്പോൾ ഒന്നിലധികമായി, ഫെയിൽ ടു റിയലൈസ് ദി ഇമ്പോർട്ടൻസ് ഓഫ് സേഫ്റ്റി ഹാബിറ്റ്സ് ലൈക്ക് വെയറിംഗ് സീറ്റ് ബെൽറ്റ്സ് ഓർ ഹെൽമെറ്റ്സ്. ദോ എവ്രി വൺ എന്ന് പറയുമ്പോൾ എല്ലാവരും ആണെങ്കിലും എവ്രി വൺ ഓരോ ആളുകളും എന്ന അവിടെ അർത്ഥം അല്ലേ? അപ്പോൾ അത് സിംഗുലർ ആയിട്ട് എടുക്കുക. നോസ് ദ ഡേഞ്ചേഴ്സ് ഓഫ് റെക്ലെസ് ഡ്രൈവിംഗ്, സം നെഗ്ലെക്ട് ദം. സം കുറച്ച് ആണ്, അപ്പോൾ ഒന്നിലധികമാണ്, അപ്പോൾ നെഗ്ലെക്ട്. ആൻഡ് എൻഡേഞ്ചർ ദ ലൈഫ്സ് ഓഫ് അതേഴ്സ്. വൺ ഓഫ് ദ മോസ്റ്റ് എഫക്റ്റീവ് വേസ് ടു റെഡ്യൂസ് ആക്സിഡൻറ്റ്സ് ഈസ് ബൈ എഡ്യൂക്കേറ്റിംഗ്. ആക്സിഡൻറ്റ്സ് അല്ലേ, പ്ലൂറൽ അല്ലേ, അപ്പോൾ ആറല്ലേ വരുവാന്ന് ചിന്തിക്കരുത്. വൺ ഓഫ് ദി എഫക്റ്റീവ് വേസ്, ഒരുപാട് വഴികളുണ്ട്, അതിലേറ്റവും നല്ല വഴികൾ എന്നാണ് പറഞ്ഞേക്കുന്നത്, അതിലേറ്റവും നല്ല വഴി എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഒരു വഴിയാണ് അല്ലേ, അപ്പോൾ ഈസ് ആണ്. By educating people around safety practices. In fact, the attitude of the drivers. അപ്പോഴും നിങ്ങൾ വിചാരിക്കും ഡ്രൈവേഴ്സ് എസ് ഉണ്ടല്ലോ, പ്ലൂറൽ ആണല്ലോ, അപ്പോൾ ആറല്ലേ കൊടുക്കേണ്ടത് എന്ന്. അല്ല, എന്തിനെക്കുറിച്ചാണ് നമ്മളവിടെ പറയുന്നത്? ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഡ്രൈവേഴ്സ്. ദ ആറ്റിറ്റ്യൂഡ് ഓഫ് ദ ഡ്രൈവേഴ്സ്. അവിടെ നമ്മൾ ഡ്രൈവേഴ്സിനെ കുറിച്ചല്ല, എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഡ്രൈവേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, അവരുടെ മനോഭാവത്തെക്കുറിച്ചാണ് പറയുക. അപ്പോൾ അവിടെ ആറ്റിറ്റ്യൂഡ്, ഒരു മനോഭാവത്തെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പോൾ നമ്മൾ ഈസ് എഴുതണം. സെയിം ടൈം ദ ആറ്റിറ്റ്യൂഡ്സ് ഓഫ് ദ ഡ്രൈവേഴ്സ് എന്നായിരുന്നെങ്കിൽ നമുക്ക് 6 കൊടുക്കായിരുന്നു. ഫാർ മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദി മെക്കാനിക്കൽ സ്കിൽസ് ഓഫ് ഡ്രൈവിംഗ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ലെറ്റ്സ് കൺവേഴ്സിലേക്ക് പോകാം. അതിലെ ആക്ടിവിറ്റി 1. ഇമാജിൻ ദ ഡോക്ടർ റെക്കമെൻഡഡ് എ കോഴ്സ് ഓഫ് ആക്ടിവിറ്റീസ് ടു ദ നറേറ്റഡ് ഇൻസ്റ്റെഡ് ഓഫ് ഗിവിംഗ് ദ പ്രെസ്ക്രിപ്ഷൻ. വാട്ട് വുഡ് ബി ഹിസ് റെക്കമെൻഡേഷൻസ്? ആ പ്രിസ്ക്രിപ്ഷൻ, മരുന്ന് കുറിപ്പ് എഴുതി കൊടുക്കുന്നതിന് പകരം കുറച്ച് കാര്യങ്ങൾ പേഷ്യൻറ്റിന് പറഞ്ഞു കൊടുക്കുക ചെയ്തതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ആ ഡോക്ടറിൻ്റെ റെക്കമെൻഡേഷൻസ്? റൈറ്റ് ദം ഡൗൺ ടു ഹാവ് ബീൻ ഗിവൻ. ഇവിടെ 2 റെക്കമെൻഡേഷൻസ് ഓൾറെഡി തന്നിട്ടുണ്ട്. ഐ ഹൈലി റെക്കമെൻഡ് യു to follow a balanced diet and drink water every couple of hours. You had better take a brisk long walk every day. brisk എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ നടക്കുന്നല്ലേ, ലോങ് നടത്തം. ഇനി നമുക്ക് കുറച്ച് റെക്കമെൻഡേഷൻ കൊടുക്കാം. 1. യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ ഗെറ്റിംഗ് 7 to 8 hours ഓഫ് സ്ലീപ്പ് എവറി നൈറ്റ്. തീർച്ചയായിട്ടും ഒരു 7 തൊട്ട് 8 മണിക്കൂർ വരെ ഉറക്കം എന്തായാലും കിട്ടിയിരിക്കണം. യു മസ്റ്റ് അവോയ്ഡ് ജങ്ക് ഫുഡ് ആൻഡ് ഷുഗറി ഡ്രിങ്ക്. ജങ്ക് ഫുഡുകൾ ഒഴിവാക്കണം, ഷുഗർ നിറഞ്ഞ അല്ലെ പഞ്ചസാര നിറഞ്ഞ ഡ്രിങ്ക്സും ഉപേക്ഷിക്കണം. ഐ ഏർജ് യു ടു കൺസിഡർ പ്രാക്ടീസിങ് മെഡിറ്റേഷൻ ഓർ ബ്രീത്തിങ് എക്സസൈസ് ഡെയിലി. ഏർജ് എന്ന് പറഞ്ഞാൽ പ്രേരിപ്പിക്കുക അല്ലേ? ഞാൻ സത്യം പറഞ്ഞാൽ തങ്ങളെ പ്രേരിപ്പിക്കുകയാണ് എന്ത് ചെയ്യാനായിട്ട്? മെഡിറ്റേഷൻ ചെയ്യാനും ഡെയിലി ബ്രീത്തിങ് എക്സസൈസ് ചെയ്യാനായിട്ടും. The expression given below may help you to make recommendations. You may add more to the list. അപ്പോൾ നമ്മൾ ഒരാൾക്ക് റെക്കമെൻഡേഷൻ കൊടുക്കണമെങ്കിൽ നമുക്ക് ഈ കൊടുത്തിരിക്കുന്ന എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. 1. ഐ ഹൈലി റെക്കമെൻഡ്, അത് വെച്ച് നമ്മൾ ഓൾറെഡി എഴുതി അല്ലേ. യു ഷുഡ് ഡെഫിനറ്റ്ലി ട്രൈ, അതും നമ്മൾ എഴുതി. ഐ ഏർജ് യു ടു കൺസിഡർ, അതും എഴുതി. കൂടാതെ നമുക്ക് എഴുതാം യു മസ്റ്റ് മേക്ക് ഇറ്റ് എ ഹാബിറ്റ് ടു. നിങ്ങൾ അതൊരു ഹാബിറ്റ് ആക്കി മാറ്റണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ പറയാം. ഇറ്റ് വുഡ് ബി എ ഗുഡ് ഐഡിയ ടു. നിങ്ങൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിൽ നല്ലൊരു ഐഡിയ ആണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു, ഇത് മറക്കാതെ ചെയ്യണം, അതും എ കൈൻഡ് ഓഫ് റെക്കമെൻഡേഷൻ ആണ്. ഇനി നമുക്ക് ആക്ടിവിറ്റി 2ലേക്ക് പോകാം. ലെറ്റ്സ് അസ്യൂം ദാറ്റ് ദ നറേറ്റർ വിഷസ് ടു ഇൻട്രൊഡ്യൂസ് ഹിസ് ഡോക്ടർ ടു ഹിസ് ഫ്രണ്ട്സ്. ഹിയർ ആർ എ ഫ്യൂ സജഷൻസ്. അപ്പോൾ നമ്മുടെ ജെറോം ഡോക്ടറിനെ തൻ്റെ ഫ്രണ്ട്സിന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. എങ്ങനെയൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം? ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് എ സ്പെഷ്യൽ ഫ്രണ്ട് ഹു ചേഞ്ച് മൈ ആറ്റിറ്റ്യൂഡ് ടു ലൈഫ്. എൻ്റെ ജീവിതത്തോടുള്ള മനോഭാവം തന്നെ മാറ്റിയെടുത്ത ഡോക്ടറെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അല്ലെങ്കിൽ മേ ഐ ഇൻട്രൊഡ്യൂസ് മൈ ഡിയർ ഫ്രണ്ട് ഹു ടോട്ട് മീ ഹൗ ടു ലീവ് എ ഹെൽത്തി ലൈഫ്. ഞാൻ എൻ്റെ ഡിയർ ഫ്രണ്ടിനെ എൻ്റെ ജീവിതം നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നയിക്കാൻ എന്നെ സഹായിച്ച എൻ്റെ ഡോക്ടറെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ എന്ന് ചോദിക്കാം. Now fill in the dialogue box. നമുക്കത് ഫില്ല് ചെയ്യാം. ഹലോ ടീച്ചർ, വിൽ യു ഇൻട്രൊഡ്യൂസ് ദ ന്യൂ ഗേൾ ടു ദി ക്ലാസ്? ടീച്ചർ, പുതിയ വന്ന നമ്മുടെ ക്ലാസ്സിലേക്ക് പുതിയതായിട്ട് വന്ന പെൺകുട്ടിയെ ടീച്ചർ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? ഓഫ് കോഴ്സ് ഡിയർ, തീർച്ചയായും എന്ന് പറഞ്ഞുകൊണ്ട് ടീച്ചർ എങ്ങനെയായിരിക്കും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാവുക? ഐ ഷാൽ ഇൻട്രൊഡ്യൂസ് എ സ്പെഷ്യൽ ഫ്രണ്ട് ഹു ഹാസ് ജോയിൻഡ് us ടുഡേ. ഇന്ന് നമ്മുടെ സ്കൂളിലേക്കല്ലേ ജോയിൻ ചെയ്തിരിക്കുന്ന ഈ ഒരു സ്പെഷ്യൽ ഫ്രണ്ടിനെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. The expressions given below may be helpful when you introduce someone to others. You may add such expressions to the list. നമ്മൾ ഒരാളെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഉപയോഗിക്കാം കേട്ടോ. ദിസ് ഇസ് മിസ്റ്റർ രാഹുൽ അല്ലെങ്കിൽ ദിസ് ഇസ് മിസ്സസ് സീന എന്ന് പറയാം.
ഐ വുഡ് ലൈക്ക് ടു ഇൻട്രൊഡ്യൂസ് മൈ ഫ്രണ്ട് എന്ന് പറയാം. ഐ വുഡ് ലൈക്ക് യു ടു മീറ്റ് എന്ന് പറയാം. ഇറ്റ് ഈസ് എ ഗ്രേറ്റ് പ്ലഷർ ടു ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ എന്നും പറയാം. അല്ലെങ്കിലോ മീറ്റ് മൈ ഡിയർ ഫ്രണ്ട് എന്ന് പറയാം. പ്ലീസ് വെൽക്കം എന്ന് പറയാം. അല്ലെങ്കിൽ പ്ലീസ് ജോയിൻ മീ ഇൻ വെൽക്കമിങ് എന്ന് പറഞ്ഞു നമുക്കൊരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അടുത്ത സെക്ഷൻ ലെറ്റ്സ് ലിസൺ. Malala Yousafzai addressed the United Nations on 12 July 2013, her 16th birthday, emphasizing the importance of education. Wouldn't you like to listen to the speech? Your teacher will help you. യെസ്, അപ്പോൾ മലാല യൂസഫ്സായിയുടെ ഈ ഒരു സ്പീച്ച് കേൾക്കാനായിട്ട് നിങ്ങളുടെ ടീച്ചർ എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. സെക്ഷൻ ബി എന്താണ്? ഡിസ്നിയുടെ അല്ലെ മോന എന്ന് പറയുന്ന ഫിലിം നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും. ആ ഫിലിമിലെ ഒരു സോങ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആ ഒരു പാട്ട് കേട്ടതിന് ശേഷം ആ ലിറിക്സ് ഇതിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്. വരികൾ എഴുതണം കേട്ടോ എല്ലാവരും. അവസാനത്തെ ഗെയിം സോൺ കൂടി കംപ്ലീറ്റ് ചെയ്യാം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ഹിൻസ് ഗിവൺ. ഇവിടെ കുറച്ച് ക്ലൂ തന്നിട്ടുണ്ട്, ഹിൻസ് തന്നിട്ടുണ്ട്. യു ക്യാൻ മേക്ക് യൂസ് ഓഫ് ദ ഗ്ലോസറി. നമ്മുടെ ഈ യൂണിറ്റിൻ്റെ ഗ്ലോസറി നമുക്ക് ഉപയോഗിക്കാം ഇത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. പിക്ക് ഔട്ട് ദ ഹൈലൈറ്റഡ് ലെറ്റേഴ്സ് ആൻഡ് ഫിൽ ഇൻ ദ സ്ലോഗൻ ബോക്സ് ഗിവൺ ബിലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ബോക്സുകളൊക്കെ ഫില്ല് ചെയ്യുക സാധാരണ പോലെ. ആ യെല്ലോ ഡോട്ട് ശ്രദ്ധിക്കേണ്ട, കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. അതിനുശേഷം ആ യെല്ലോ ഡോട്ട്സ് മാത്രം കൂട്ടിച്ചേർത്താൽ നമുക്കൊരു സ്ലോഗൻ കിട്ടും, ഒരു മുദ്രാവാക്യം കിട്ടും എന്നാണ് പറയുന്നത്. ക്രിയേറ്റ് സിമിലർ സ്ലോഗൻസ്, അതുപോലെയുള്ള കൂടുതൽ സ്ലോഗൻസ് നമ്മൾ ഉണ്ടാക്കുകയും വേണം. അപ്പോൾ ആദ്യത്തെ ക്ലൂ ടു ഹിൻഡർ, അതെന്താ? അബാഷ് ആണ് അല്ലേ, ABASH. അടുത്തതോ ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് ഓഫ് ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. സ്മോൾ ഇൻറ്റസ്റ്റൈനെ, ചെറുകുടലിനെ ബാധിക്കുന്ന അസുഖമേതാ? കോളറ. CHOLERA. ലാക്കിംഗ് കറേജ്, ധൈര്യമില്ലായ്ക. നമുക്ക് എന്തെഴുതാം? കവേർട്ട്ലി. COWARDLY. അതിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന വൈ ആണ്. അടുത്തത് എ ലൈൻ ഓഫ് പീപ്പിൾ ഓർ വെഹിക്കിൾസ് മൂവിങ് സ്ലോലി. പ്രൊസഷൻ നമ്മൾ പറഞ്ഞല്ലേ, ഈ ചാപ്റ്ററിൽ തന്നെ നമ്മളത് പഠിച്ചത്. എ ഫോം ഓഫ് ആർത്രൈറ്റിസ്, ഗൗട്ടാണ്. നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഫോർ ലൈഫിൽ പഠിച്ചു. ദ റെയർ എൻട്രൻസ് ഓഫ് വെഹിക്കിൾസ്, ടെയിൽ ബോർഡ്. അതും നമ്മൾ മലാലയുടെ ചാപ്റ്ററിലാണ് പഠിച്ചല്ലേ. അവർ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ടെയിൽ ബോർഡിൽ കയറി നിന്നു എന്ന് പറയുന്നുണ്ട്. ലേസി, ഇൻഡോളൻറ്റ്. വീക്ക് ആൻഡ് ഫീബിൾ, ഡെക്രപിറ്റ്. അത് നമ്മൾ പറഞ്ഞു. എ ഡിസ്പെൻസറി ഓഫ് മെഡിസിൻ, ഫാർമസിയാണ്. ടു പ്രസ് വിത്ത് യുവർ പാം ആൻഡ് ഫിംഗേഴ്സ്, സ്ക്വീസ്. എ വെരി സ്ട്രോങ് വിൻഡ്, ഗെയിൽ. ഹോപ്പ് ഇസ് എ തിങ് വിത്ത് ഫെദേഴ്സ് എന്ന കവിതയിൽ പഠിച്ച വാക്കാണത്. ടു ടേക്ക് ബൈ ഫോഴ്സ്, സീസ്. അങ്ങനെ നമുക്ക് എല്ലാ വാക്കുകളും കിട്ടി. ഇനി എന്ത് ചെയ്യുക? ആ യെല്ലോ ഡോട്ട്സിൽ വരുന്ന ലെറ്റേഴ്സ് മാത്രം കൂട്ടി എഴുതി നമുക്ക് എന്ത് കിട്ടും? SAYNOTODRUGS. സേ നോ ടു ഡ്രഗ്സ്. അതൊരു സ്ലോഗനാണ് അല്ലേ. അപ്പം നമുക്ക് എഴുതാം: ബി കൈൻഡ് നോട്ട് ക്രൂവൽ, പ്ലാൻ ട്രീസ്, ബ്രീത്ത് ഫ്രീ, ഗോ ഗ്രീൻ, ലീവ് ക്ലീൻ, ഡ്രീം ബിഗ്, വർക്ക് ഹാർഡ്, ഈറ്റ് ഹെൽത്തി, സ്റ്റേ വെൽത്തി, യൂണിറ്റി ഈസ് സ്ട്രെങ്ത്, ഹെൽമെറ്റ് ഓൺ, ലൈഫ് ഓൺ, ക്ലീൻ ഹാൻഡ്സ്, ഹെൽത്തി ലൈഫ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ലോഗൻസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി കംപ്ലീറ്റ് ചെയ്തതോടെ നമ്മുടെ ഈ ചാപ്റ്ററിലെ മുഴുവൻ ആക്ടിവിറ്റീസും നമ്മൾ ഈ ഒറ്റ വീഡിയോയിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എക്സാം സ്പെഷ്യൽ വീഡിയോയുമായിട്ട് കാണാം. താങ്ക്